പ്രിയതുകാരുടെ സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻട്രിയിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് സാർ. നമ്മൾ ഇന്ത്യ ചരിത്രത്തിലെ സാമൂഹിക പരിഷ്കരണം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സാമൂഹിക പരിഷ്കരണത്തിലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചുറപ്പിച്ചത്, അതായത് 4ാമത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചുറപ്പിച്ചത് പ്രധാനമായിട്ടും തിയോസഫിക്കൽ സൊസൈറ്റി എന്ന അന്തർദേശീയ സംഘടനയെക്കുറിച്ചും അതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും. അതിലെ പ്രധാന പ്രവർത്തകയായ ആനി ബെസന്റ് ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാന കാലഘട്ടത്ത് എന്തൊക്കെ ചെയ്തു, സാമൂഹിക പരിഷ്കരണത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്തു എന്ന് പഠിച്ചു. അതോടൊപ്പം ശ്യാംജി കൃഷ്ണവർമ്മയെക്കുറിച്ചും. ഇന്നേ ദിവസം നമ്മൾ ആദ്യം പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ആനി ബെസന്റിന്റെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾക്ക് സഹായം നൽകിയ മറ്റൊരു ഇന്ത്യയിലെ ദേശീയ സാമൂഹിക പരിഷ്കർത്താവിനെ കുറിച്ച്. അദ്ദേഹത്തെ അക്കാലഘട്ടത്ത് ജനങ്ങളെ സ്നേഹപൂർവ്വം മഹാമാന എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. അപ്പൊ നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ പേര് കിട്ടിയെന്ന് ഞാൻ കരുതുന്നു, അല്ലെ? ആരാണ്? മദൻ മോഹൻ മാളവ്യ. മദൻ മോഹൻ മാളവ്യ ജനിച്ചത് ഇന്നത്തെ ഉത്തർപ്രദേശ് സംസ്ഥാനത്തിന്റെ ഭാഗമായ അലഹാബാദിലായിരുന്നു. ഇന്ത്യൻ സ്കൗട്ട് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് മദൻ മോഹൻ മാളവ്യയാണ്. സ്കൗട്ട് പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്? ബെഡം പവലാണെന്ന് നിങ്ങൾക്കറിയാം, അല്ലെ? ഇന്ത്യൻ സ്കൗട്ട് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് മദൻ മോഹൻ മാളവ്യയാണ്. യാചകരിലെ രാജകുമാരൻ എന്നും മഹാമാന എന്നും അറിയപ്പെടുന്നത് ആരെ തന്നെ? മദൻ മോഹൻ മാളവ്യ. അതിനെന്തെങ്കിലും കാരണമുണ്ടോ? ഉണ്ടെന്നേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നു, ആനി ബെസന്റ് 1898 ആരംഭിച്ച ബനാറസിലെ, ഇന്നത്തെ വാരണാസിയിലെ സെൻട്രൽ സ്കൂളിനെ ബനാറസിലെ ഹിന്ദു സർവകലാശാലയാക്കി മാറ്റുന്നത് മദൻ മോഹൻ മാളവ്യയായിരുന്നു. അതിന് ഒത്തിരി സാമ്പത്തിക ചിലവുണ്ട്. ആ സാമ്പത്തിക ചിലവ് വഹിക്കുവാൻ മദൻ മോഹൻ മാളവ്യയ്ക്ക് കഴിഞ്ഞിരുന്നില്ല. അത്രയും ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിരുന്നില്ല അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹം സംഭാവന സ്വീകരിക്കാൻ ആദ്യം തീരുമാനിച്ചു. പലരും സംഭാവന കൊടുക്കാൻ തയ്യാറായില്ല. സംഭാവന കൊടുക്കാൻ തയ്യാറാകാത്തതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, വളരെ ലളിതമായി പറഞ്ഞാൽ, 1905 ബംഗാൾ വിഭജനം നടന്നു. ബ്രിട്ടീഷുകാരുടെ കാഴ്ചപ്പാടിൽ കിഴക്കൻ ബംഗാളിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് 2 ഭരണകേന്ദ്രങ്ങളായി വിഭജിച്ചതാണ്. ഇന്ത്യക്കാരുടെ കാഴ്ചപ്പാടിൽ അത് ഹിന്ദു മുസ്ലിം വിഭജനമായി കണക്കാക്കപ്പെട്ടു. അങ്ങനെ ഹിന്ദു മുസ്ലിം വിഭജനമായി കണക്കാക്കപ്പെട്ടപ്പോൾ കിഴക്കൻ ബംഗാളിൽ ഭൂരിപക്ഷം മുസ്ലിങ്ങളും പടിഞ്ഞാറൻ ബംഗാളിൽ ഭൂരിപക്ഷം ഹിന്ദുക്കളും. കിഴക്കൻ ബംഗാളിൽ ഭൂരിപക്ഷമുള്ള മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് ബംഗാൾ വിഭജനം നടന്നതിന്റെ തൊട്ടടുത്ത വർഷം 1906 മുസ്ലിം ലീഗ് ആരംഭിച്ചു. അങ്ങനെ നോക്കിയപ്പോൾ മദൻ മോഹൻ മാളവ്യ വിചാരിച്ചു, എങ്കിൽ പിന്നെ കിഴക്കൻ ബംഗാളിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഒരു സംഘടന ആരംഭിച്ചെങ്കിൽ പടിഞ്ഞാറൻ ബംഗാളിൽ ഭൂരിപക്ഷമുള്ള ഹിന്ദുക്കൾക്ക് വേണ്ടി ഒരു സംഘടന ആരംഭിച്ചുകൂടെ? ആ ഒരു ചിന്ത ഇദ്ദേഹം 1907 എന്ത് ചെയ്തു? ഹിന്ദു സഭ സ്ഥാപിക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷേ ദേശീയ നേതാക്കൾ പറഞ്ഞു, അതായത് നമ്മുടെ രവീന്ദ്രനാഥ ടാഗോർ ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ പറഞ്ഞു, അതിന്റെ ആവശ്യമില്ല. അങ്ങനെ നിങ്ങളൊരു സംഘടന ആരംഭിച്ചാൽ ബ്രിട്ടീഷുകാരെ ഹിന്ദു മുസ്ലിം വിഭജനത്തിന് വേണ്ടി തുടങ്ങിവെച്ച കാര്യം നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നതായിട്ട് തോന്നും. അങ്ങനെ മദൻ മോഹൻ മാളവ്യ ഹിന്ദുസഭ ആരംഭിച്ചെങ്കിലും പിന്നീട് പ്രവർത്തിക്കാതെ അത് പിൻവലിക്കുക. തുടർന്ന് 1916 എന്ന വർഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം നടക്കുകയാണ്. നമ്മൾ വൈസ്രോമാര് പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലക്നൗ സമ്മേളനം. 1916 ലക്നൗ സമ്മേളനത്തിന്റെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും ആദ്യത്തെ സംയുക്ത സമ്മേളനമായിരുന്നു. എന്തിനു വേണ്ടിയിട്ട് സംയുക്ത സമ്മേളനം വിളിച്ചു ചേർത്തേ? അതിനൊരു ഉത്തരമുണ്ട്. 1909 ഇന്ത്യൻ കൗൺസിൽ നിയമം അനുസരിച്ച് ആ ഇന്ത്യൻ കൗൺസിൽ നിയമം നടപ്പിലാക്കേണ്ടത് ഇന്ത്യയുടെ വൈസ്രോയും ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റുമാണ്. ആ സമയത്ത് ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്നത് മിന്റോയും സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിരുന്നത് മോർലിയുമായിരുന്നു. അതുകൊണ്ട് ഈ 1909 ഇന്ത്യൻ കൗൺസിൽ നിയമത്തെ നമ്മൾ മിന്റോ മോർലി ഭരണപരിഷ്കാരം എന്ന് വിളിക്കാറുണ്ട്. ആ മിന്റോ മോർലി ഭരണപരിഷ്കാരത്തിൽ കുറേ നിർദ്ദേശങ്ങളുണ്ട്. അതിലൊരു നിർദ്ദേശമായിരുന്നു മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിക്കും. അതിന് പ്രേരണ നൽകിയത് ആരായിരുന്നു? നമ്മുടെ മിന്റോ സെക്കൻഡ് എന്ന വൈസ്രോയി ആയിരുന്നു. അതുകൊണ്ടാണ് മിന്റോ സെക്കൻഡിനെ നമ്മൾ എന്തെന്ന് വിളിക്കുക? സാമുദായിക സംവരണ മണ്ഡലങ്ങളുടെ പിതാവെന്ന് വിളിക്കുക. ഇത് നടപ്പിലാക്കാൻ ശ്രമിച്ചപ്പോൾ ആദ്യം 1909 ഇന്ത്യൻ കൗൺസിൽ നിയമം അനുസരിച്ച് മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിച്ചപ്പോൾ ആര് രംഗത്ത് വന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രംഗത്ത് വന്നു. അത് പാടില്ല എന്ന് പറഞ്ഞു. മതത്തിന്റെ പേരിലുള്ള വിവേചനം പാടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് അത് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല.
ഒടുവിൽ മുസ്ലിം ലീഗ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മേൽ സ്വാധീനം ചെലുത്തുകയാണ്. അങ്ങനെ സ്വാധീനം ചെലുത്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കൂടെ സമ്മതിപ്പിച്ചു എന്ത്, മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ രൂപീകരിക്കാം. അങ്ങനെ ഈ ഒരു ആവശ്യത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അംഗീകരിച്ചതാണ് 1916 ലക്നൗ സമ്മേളനത്തിൽ. അതിൽ ഒരു ഉടമ്പടി ഒപ്പുവെക്കുന്നു. 1909 ഇന്ത്യൻ കൗൺസിൽ നിയമപ്രകാരം മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിച്ചത് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി മുസ്ലിം ലീഗുമായിട്ട് ഒരു ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്നു. ഇതാണ് ലക്നൗ ഉടമ്പടി. ശരിയല്ലേ? അപ്പോഴും മുസ്ലിങ്ങൾ ന്യൂനപക്ഷമാണ് എന്നതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ദേശീയ നേതാക്കൾ എന്ത് ചെയ്തു, പ്രവർത്തിച്ചുവെങ്കിലും ഹിന്ദുക്കളുടെ ഏകീകരണത്തിന് വേണ്ടിയിട്ട് മദൻ മോഹൻ മാളവ്യ പ്രവർത്തിച്ചപ്പോൾ അദ്ദേഹത്തെ പിന്തുണച്ചില്ല. അതുകൊണ്ട് തന്നെ മദൻ മോഹൻ മാളവ്യ പല ദേശീയ നേതാക്കളുമായിട്ടും ഭിന്നാഭിപ്രായത്തിൽ ഏർപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഹിന്ദു സർവകലാശാല വാരണാസിയിൽ ആരംഭിക്കാൻ ശ്രമിച്ചപ്പോൾ ഇദ്ദേഹത്തിന് സാമ്പത്തിക സഹായമൊന്നും ലഭിച്ചില്ല. അങ്ങനെ ഇദ്ദേഹം എന്ത് ചെയ്യുന്നു, യാചനയിലൂടെ ഫണ്ട് കളക്ട് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു. അങ്ങനെ ഫണ്ട് കളക്ട് ചെയ്യുകയും സാധാരണക്കാരായ ജനങ്ങളിൽ നിന്ന് വളരെ തുച്ഛമായ തുകകൾ സ്വീകരിക്കുകയും ഇദ്ദേഹം എന്ത് ചെയ്തു, കോളേജ് സാക്ഷാത്കരിക്കുകയും അഥവാ സർവകലാശാല സാക്ഷാത്കരിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ എന്തെന്ന് വിളിക്കുക, യാചകരിലെ രാജകുമാരൻ എന്ന് വിളിക്കുക. സെറ്റാണേ. അപ്പോൾ മദൻ മോഹൻ മാളവ്യ ജനനം ഉത്തർപ്രദേശിലെ അലഹാബാദ്. ഇന്ത്യൻ സ്കൗട്ട് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ മദൻ മോഹൻ മാളവ്യാണ്. വിശേഷണം യാചകരിലെ രാജകുമാരൻ കൂടാതെ മഹാമാന. സാധാരണക്കാരെ ജനങ്ങൾ അദ്ദേഹത്തെ മഹാമാന എന്നാണ് വിളിക്കുക. ഇദ്ദേഹം ആരംഭിച്ച പത്രമായിരുന്നു ദ ലീഡർ. ദ ലീഡർ എന്ന പത്രം ആരംഭിച്ചത് 1909. അപ്പോൾ സ്വാഭാവികമായിട്ടും മദൻ മോഹൻ മാളവ്യ ഈ പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ആരംഭിക്കുന്നതിന് അനുകൂലിച്ച വ്യക്തിയാണോ എതിർത്ത വ്യക്തിയാണോ? എതിർത്ത വ്യക്തിയാണ്. ശരിയാണ്. ഏതെങ്കിലും ഒരു വിഭാഗത്തിന് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ രൂപീകരിക്കുന്നത് എതിർത്ത വ്യക്തിത്വമാണ് മദൻ മോഹൻ മാളവ്യ മനസ്സിലുണ്ടായിരിക്കട്ടെ. ഇദ്ദേഹം ആരംഭിച്ച പത്രം ദ ലീഡർ 1909. മറ്റ് പ്രസിദ്ധീകരണങ്ങൾ അഭ്യുദയ് കൂടാതെ മര്യാദ എന്നിവ. PSC സ്ഥിരം ചോദിക്കുന്ന മേഖലയാണ് കേട്ടോ. അപ്പൊ ദ ലീഡർ എന്ന പത്രം ആരംഭിച്ചത് ആരെന്ന് ചോദിച്ചാൽ മദൻ മോഹൻ മാളവ്യാണ്. അഭ്യുദയ്, മര്യാദ എന്നീ പ്രസിദ്ധീകരണങ്ങൾ അഥവാ മാസികകൾ ആരംഭിച്ചതും ആര് തന്നെ, മദൻ മോഹൻ മാളവ്യ തന്നെ. കഴിഞ്ഞ ക്ലാസ്സിൽ ആനി ബെസന്റ് പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആനി ബെസന്റ് 1904 മദ്രാസിൽ എന്താരംഭിച്ചു, ഹിന്ദു അസോസിയേഷൻ ആരംഭിച്ചു എന്ന് ഞാൻ പറഞ്ഞു. ഹിന്ദു അസോസിയേഷൻ ആരംഭിച്ചു എന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ഹിന്ദു സഭ, ഹിന്ദു സമാജം, അതുപോലെ തന്നെ ഹിന്ദു മഹാസഭ, ഇതൊക്കെ ആരംഭിക്കുന്ന ആരാണ്, മദൻ മോഹൻ മാളവ്യയാണ് എന്ന് മനസ്സിലുണ്ടാകട്ടെ എന്ന് പറഞ്ഞു. നമ്മളിനി ആ സംഘടനകളിലേക്കാണ് പോകുന്നത്. 1880 ഹിന്ദു സമാജം ആരംഭിച്ചത് മദൻ മോഹൻ മാളവ്യ. പക്ഷേ ആൾക്കാരുടെ അധികം പിന്തുണയൊന്നുമില്ലായിരുന്നു. 1887 കേന്ദ്ര ഹിന്ദു സമാജം ആരംഭിച്ചത് മദൻ മോഹൻ മാളവ്യ. 1907 കൽക്കട്ടയിൽ ഹിന്ദു സഭ ആരംഭിച്ചത് മദൻ മോഹൻ മാളവ്യ. ഇതില് ഈ 1907 കൽക്കട്ടയിൽ ഹിന്ദു സഭ ആരംഭിച്ചത് എന്തിനെ വിമർശിച്ചുകൊണ്ടാണ്? 1906 ധാക്ക ആസ്ഥാനമായി മുസ്ലിം ലീഗ് രൂപീകരിച്ചതിനെ വിമർശിച്ചുകൊണ്ടായിരുന്നു. ബംഗാൾ വിഭജനം നടത്തി, ഇന്ത്യക്കാർ അതിനെ ഹിന്ദു മുസ്ലിം വിഭജനമെന്ന് പറഞ്ഞു. തുടർന്ന് 1906 ധാക്കയിലെ നവാബിന്റെ നേതൃത്വത്തിൽ കിഴക്കൻ ബംഗാളിൽ മുസ്ലിം ഭൂരിപക്ഷമായതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഹിന്ദുസഭ രൂപീകരിച്ചു. അതിനെ പ്രതിരോധിക്കുക അല്ലെങ്കിൽ അതിനെതിരായിട്ട് പടിഞ്ഞാറൻ ബംഗാളിൽ ഭൂരിപക്ഷം ഹിന്ദുക്കളായതുകൊണ്ട് ഇദ്ദേഹം ഹിന്ദുസഭ രൂപീകരിച്ചു. ഇവിടെ കൽക്കട്ടയിൽ. പക്ഷെ മറ്റ് ദേശീയ നേതാക്കൾ പിന്തുണച്ചോ? ഇല്ല. അതുകൊണ്ട് ഇതിൽ കൂടുതൽ അംഗങ്ങളായി എത്തിച്ചേർന്നില്ല. ഓക്കെ, മറക്കില്ലല്ലോ. അപ്പൊ 3 കാര്യങ്ങൾ നമ്മളിവിടെ പഠിക്കുക. 1880 ഹിന്ദു സമാജം സ്ഥാപിച്ചു. 1887 കേന്ദ്ര ഹിന്ദു സമാജം സ്ഥാപിച്ചു. 1907 കൽക്കട്ടയിൽ ഹിന്ദു സഭ സ്ഥാപിച്ചു. 1915 ഇദ്ദേഹം ഹരിദ്വാറിൽ ഒരു ഹിന്ദു മഹാസമ്മേളനം വിളിച്ചു ചേർത്തു. ഹിന്ദു മഹാസമ്മേളനം വിളിച്ചു ചേർത്തു. അത് എന്ത് പേരിലാണ് അറിയപ്പെടുക? ഹിന്ദു മഹാസഭ എന്നാണ് അറിയപ്പെടുക. 1915 ഹരിദ്വാറിൽ ഹിന്ദു മഹാസമ്മേളനം വിളിച്ചു ചേർത്തു. ഇതിനെ ജനങ്ങൾ എന്തെന്ന് വിളിച്ചു? ഹിന്ദു മഹാസഭ എന്ന് വിളിച്ചു. ഈ ഹിന്ദു മഹാസമ്മേളനത്തിന്റെ തീരുമാനപ്രകാരം ഹിന്ദുക്കളുടെ ഏകീകരണത്തിന് വേണ്ടിയിട്ടും ഹിന്ദുക്കളുടെ ഉന്നതിക്കും വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഹിന്ദു മഹാസഭ എന്ന സംഘടന 1916 ആരംഭിച്ചു. എന്തുകൊണ്ടാണ്? ബ്രിട്ടീഷുകാർ മതപരിവർത്തനം നടത്തിയേക്കാം. അതുകൊണ്ട് ഹിന്ദുക്കളുടെ ഏകീകരണം ആവശ്യമാണ്, ഹിന്ദുക്കളുടെ അവകാശ സംരക്ഷണം ആവശ്യമാണ് എന്ന ചിന്തകളാണ്
1915 ഹരിദ്വാറിൽ നടന്ന ഹിന്ദു മഹാസമ്മേളനത്തിലുണ്ടായത്. ആ തീരുമാനപ്രകാരമായിരുന്നു 1916 ഹിന്ദു മഹാസഭ എന്ന സംഘടന രൂപീകരിക്കുക. അപ്പൊ 1915 ഹരിദ്വാറിൽ ഹിന്ദു മഹാസമ്മേളനം നടത്തി. 1916 ഹിന്ദു മഹാസഭ എന്ന സംഘടന സ്ഥാപിച്ചു. ഈ ഹിന്ദു മഹാസഭ എന്ന സംഘടനയുടെ നേതൃത്വത്തിലാണ് 1916 ബനാറസ് ഹിന്ദു സർവകലാശാല സ്ഥാപിക്കുക. ബനാറസ് ഹിന്ദു സർവകലാശാല സ്ഥാപിക്കുക. ക്ലിയർ? എന്നിട്ട് കോൺഗ്രസിന്റെ പല പ്രവൃത്തികളും ഇദ്ദേഹത്തെ ചൊടിപ്പിച്ചു. കോൺഗ്രസിന്റെ മിതവാദപരമായ പ്രവർത്തനങ്ങൾ ഇദ്ദേഹം വിമർശിച്ചു. നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചത് പോലും വിമർശിച്ച ഒരു കൂട്ടം വ്യക്തികളിൽ ഒരാളാണ് നമ്മുടെ മദൻ മോഹൻ മാളവ്യ. നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ രാഷ്ട്രീയ പാർട്ടിയാണ് ഇത്. ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ രാഷ്ട്രീയ പാർട്ടിയാണ് ഇത്, സ്വരാജ് പാർട്ടി. നിങ്ങൾക്കറിയാം. കൂടാതെ ഈ നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചതിന് ശേഷം പിന്നെ അങ്ങോട്ട് ദേശീയ പ്രസ്ഥാനത്തിൽ ദേശീയ സമരമൊന്നും നടക്കണില്ല. അങ്ങനെ തീവ്രവാദി നേതാവായ ലാല ലജ്പത് റായിയുമായി സഹകരിച്ചുകൊണ്ട് നമ്മുടെ മദൻ മോഹൻ മാളവ്യ മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ആരംഭിച്ചു. അതാണ് കോൺഗ്രസ് ഇൻഡിപെൻഡന്റ് പാർട്ടി. കോൺഗ്രസ് ഇൻഡിപെൻഡന്റ് പാർട്ടി അഥവാ കോൺഗ്രസ് സ്വതന്ത്ര പാർട്ടി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. മലയാളവൽക്കരിച്ചാൽ കോൺഗ്രസ് സ്വതന്ത്ര പാർട്ടി അഥവാ കോൺഗ്രസ് ഇൻഡിപെൻഡന്റ് പാർട്ടി. കോൺഗ്രസ് എന്ന സംഘടനയിൽ ദേശീയവാദികളായ കുറച്ചുപേരെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഇദ്ദേഹം രൂപീകരിച്ച സംഘടനയായിരുന്നു കോൺഗ്രസ് ഇൻഡിപെൻഡന്റ് പാർട്ടി. ഏത് വർഷം? 1926. ആരുമായി സഹകരിച്ചുകൊണ്ട്? ലാല ലജ്പത് റായിയുമായി സഹകരിച്ചുകൊണ്ട്. ലാല ലജ്പത് റായി ഒക്കെ അപ്പോൾ ജീവനോടെ ഉണ്ടോ എന്ന് ചിലർക്ക് ഡൗട്ട് വരും അല്ലെ? ഉണ്ട് കേട്ടോ. ലാല ലജ്പത് റായി മരണമടയുന്നത് യഥാർത്ഥത്തിൽ മരണമടയുന്നതല്ല, കൊല്ലപ്പെടുന്നത് എന്ന് പറയുന്നതായിരിക്കും ശരി. 1928 സൈമൺ കമ്മീഷനെതിരെ ജാഥ നയിക്കുകയും ആ സൈമൺ കമ്മീഷനെതിരെ ജാഥ നയിച്ചപ്പോൾ ആ ജാഥയിൽ ലാത്തി ചാർജിന് ഉത്തരവിട്ടത് ആരായിരുന്നു? പോലീസ് ഉദ്യോഗസ്ഥനായ സാൻഡേഴ്സൺ ആയിരുന്നു. ആ സാൻഡേഴ്സൺ ഉത്തരവിട്ട ലാത്തി ചാർജിന്റെ അടിസ്ഥാനത്തിൽ ലാത്തി ചാർജ് അടിയേറ്റ് തുടർന്ന് ഹോസ്പിറ്റലിലാവുന്നു. വാർദ്ധക്യ സഹജമായ അസുഖം കൂടെ ഉണ്ട്. എല്ലാം കൂടെ ആയപ്പോൾ അദ്ദേഹം ചെയ്തു മരിച്ചുപോയി. എന്നാ മരിക്കുക? 1928. 1928 ലാലാ ലജ്പത് റായി മരിക്കുക അല്ലെങ്കിൽ കൊല്ലപ്പെടുക. അപ്പൊ ഇതിനു മുമ്പ് ആരോ മരിച്ചിട്ടുണ്ടല്ലോ സാറേ. ഗാന്ധിജിയെ ദേശീയ നേതാവായി മാറാൻ കാരണം ആരുടെ മരണമല്ലേ? അതെ, ബാല ഗംഗാധര തിലകൻ മരിച്ചതാണ് 1920. അതേ തുടർന്നാണ് ഗാന്ധിജി ദേശീയ നേതാവായിട്ട് മാറുക. ബാലഗംഗാധര തിലകൻ 1920 മരിക്കുകയും തുടർന്ന് ഗാന്ധിജി ദേശീയ നേതാവായി മാറുകയും ചെയ്തു. തുടർന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ മിക്കവാറും എല്ലാ ആശയങ്ങളും നൽകുന്നത് ഗാന്ധിജിയായിട്ട് മാറി. അങ്ങനെ ഗാന്ധിജിയുടെ ആശയപ്രകാരമാണ് 1920-21 കാലഘട്ടത്തിൽ നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കുക. 1922 ഫെബ്രുവരി മാസം 5-ാം തീയതി നടന്ന ചൗരിചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി ഏകപക്ഷീയമായി കോൺഗ്രസിൽ ചർച്ച ചെയ്യാതെ ഏകപക്ഷീയമായി എന്ത് ചെയ്തു? നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചു. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു എന്ത് ചെയ്യുന്നത്? 1923 ജനുവരി 1-ാം തീയതി സ്വരാജ് പാർട്ടി CR ദാസും മോത്തിലാൽ നെഹ്റു രൂപീകരിക്കുക. ഇതൊക്കെ നമ്മൾ പിന്നീട് ദേശീയ പ്രസ്ഥാനം പഠിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് പഠിക്കും, കഥകളിലൂടെ പഠിക്കും. യെസ്. പിന്നെ നമ്മൾ പറയുന്നത് എന്താണ്? അതേപോലെ ഈ നിസ്സഹകരണ പ്രസ്ഥാനത്തിനെ പിൻവലിച്ച അല്ലെങ്കിൽ പിൻവലിച്ച നടപടിക്കെതിരെ ഒരുപാട് പേര് പ്രതിഷേധവുമായി രംഗത്ത് വന്നു. അതിലൊരാൾ തന്നെയാണ് മദൻ മോഹൻ മാളവ്യ. അങ്ങനെ മദൻ മോഹൻ മാളവ്യയെ തീവ്രവാദി നേതാവായ ലാല ലജ്പത് റായിയുമായി ചേർന്ന് ആരംഭിച്ച രാഷ്ട്രീയ പാർട്ടിയായിരുന്നു എന്താ? കോൺഗ്രസ് ഇൻഡിപെൻഡന്റ് പാർട്ടി അഥവാ കോൺഗ്രസ് സ്വതന്ത്ര പാർട്ടി. ഏത് വർഷം? 1926. വർഷം മറക്കരുത്, വർഷം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ സംഘടനകൾ ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ? മദൻ മോഹൻ മാളവ്യ ആരംഭിച്ച സംഘടനകൾ: 1880 ഹിന്ദു സമാജം, 1887 കേന്ദ്ര ഹിന്ദു സമാജം, 1907 കൽക്കട്ട കേന്ദ്രീകരിച്ചുകൊണ്ട് ഹിന്ദു സഭ. ബംഗാൾ വിഭജനത്തെ തുടർന്നാണ്, അത് മനസ്സിലുണ്ടാവണം. 1915 ഹരിദ്വാറിൽ ഹിന്ദു മഹാസമ്മേളനം വിളിച്ചു ചേർത്തു. ആ ഹിന്ദു മഹാസമ്മേളനത്തിന്റെ തീരുമാനമനുസരിച്ച് 1916 ഹിന്ദു മഹാസഭ എന്ന സംഘടന സ്ഥാപിച്ചു. 1916 ഹിന്ദു മഹാസഭയുടെ നേതൃത്വത്തില് സാധാരണക്കാരായ ജനങ്ങളിൽ നിന്ന് ഫണ്ട് കളക്ട് ചെയ്തുകൊണ്ട് ബനാറസ് ഹിന്ദു സർവകലാശാല സ്ഥാപിച്ചു. ഈ ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ മുൻഗാമി എന്ന് പറയുന്നത് ആനി ബസന്റ് 1898 ആരംഭിച്ച ബനാറസ് ഹിന്ദു സെൻട്രൽ സ്കൂൾ ആണെന്ന കാര്യം മനസ്സിലുണ്ടാവട്ടെ. ഇത് ആരംഭിച്ച രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് ഇൻഡിപെൻഡന്റ് പാർട്ടി 1926 ലാല ലജ്പത് റായിയുമായി സഹകരിച്ചുകൊണ്ട്. അപ്പോൾ മദൻ മോഹൻ മാളവ്യ എന്ന് പറയുന്ന ദേശീയ നേതാവ് നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചതിനെ എതിർത്തു.
അല്ലെങ്കിൽ വിമർശിച്ചു. ഏതെങ്കിലും വിഭാഗത്തിന് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ രൂപീകരിക്കുന്നതിനെ വിമർശിച്ച വ്യക്തിയുടെയാണ് ആര്? മദൻ മോഹൻ മാളവ്യ എന്ന് പറയുക. ഓക്കെ. 1919 1909 1918 1932 വർഷങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റായി. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേശകനായി നിയമിക്കപ്പെട്ടത് ആരായിരുന്നു? മദൻ മോഹൻ മാളവ്യയായിരുന്നു. 1932 അംബേദ്കറുമായുള്ള പൂനെ ഉടമ്പടിയില് ഗാന്ധിജിക്ക് വേണ്ടി ഒപ്പുരേഖപ്പെടുത്തിയത് മദൻ മോഹൻ മാളവ്യയായിരുന്നു. രണ്ടാം വട്ടമേശ സമ്മേളനത്തിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് അറിയാം. എന്താണ്? ഒന്നാം വട്ടമേശ സമ്മേളനത്തില് ഗാന്ധിജിയോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസോ പങ്കെടുത്തില്ല. സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് വട്ടമേശ സമ്മേളനം വിളിച്ചു ചേർത്തത്. സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് എന്തിനെ കുറിച്ചായിരുന്നു? 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം നടപ്പിലാക്കാൻ ശ്രമിച്ച ഉത്തരവാദിത്ത ഭരണം എന്തുകൊണ്ട് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല എന്ന് പരിശോധിക്കുവാനാണ് സൈമൺ കമ്മീഷൻ വരിക. സൈമൺ കമ്മീഷനെ ഇന്ത്യക്കാർ പ്രതിഷേധിച്ചയച്ചു. ആ സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് ചർച്ച ചെയ്യാനാണ് വട്ടമേശ സമ്മേളനം വിളിച്ചു ചേർക്കുക. ശരിയാണേ. ഈ ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ ആര് പോയില്ല? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസോ കൂടാതെ ഗാന്ധിജിയോ പങ്കെടുത്തില്ല. അതുകൊണ്ട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ റാംസെ മക്ഡൊണാൾഡ് എന്ത് ചെയ്തു? ഇന്ത്യയിലെ വൈസ്രോയി ആയിരുന്ന ഇർവിൻ പ്രഭുവിനോട് പറഞ്ഞു ഗാന്ധിജിയെ നിർബന്ധിച്ച് അടുത്ത വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കണം. അങ്ങനെ ഇർവിൻ പ്രഭു ഗാന്ധിജിയുമായി സംസാരിച്ചപ്പോൾ ഗാന്ധിജി പറഞ്ഞു വട്ടമേശ സമ്മേളനത്തിൽ ഞങ്ങൾ പങ്കെടുക്കാം. അങ്ങനെ വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയും കോൺഗ്രസും പങ്കെടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇർവിൻ പ്രഭുവുമായി ഒപ്പുവെച്ച ഉടമ്പടിയാണ് ഗാന്ധി ഇർവിൻ ഉടമ്പടി എന്ന പേരിൽ അറിയപ്പെടുക. അത് നിങ്ങൾക്കറിയാം. ഗാന്ധി ഇർവിൻ ഉടമ്പടി ഒപ്പുവെച്ചെന്ന 1931. അങ്ങനെ രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും പങ്കെടുക്കുന്നു. അവിടെ എന്താ ചർച്ച ചെയ്യേണ്ടത്? സൈമൺ കമ്മീഷൻ റിപ്പോർട്ടാണ്. പക്ഷേ ഗാന്ധിജിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തെങ്കിലും സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് ചർച്ച ചെയ്യാൻ തയ്യാറായില്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിനെ കുറിച്ച് സംസാരിച്ചാൽ മതി എന്നൊരു തീരുമാനമെടുത്തു. ബ്രിട്ടീഷുകാർ അതിന് തയ്യാറുമല്ല. അങ്ങനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതോടൊപ്പം ഗാന്ധിജിയും രണ്ടാം വട്ടമേശ സമ്മേളനത്തെ ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോന്നു. മൂന്നാം വട്ടമേശ സമ്മേളനം 1932 നടന്നു. 32 നടന്നപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസോ പിന്നെ ആരും പങ്കെടുത്തില്ല, ഗാന്ധിജിയോ പങ്കെടുത്തില്ല. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി റാംസെ മക്ഡൊണാൾഡ് 1932 എന്ത് ചെയ്തു? 32 എന്ത് ചെയ്തു? യെസ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ നിരോധിത സംഘടനയായി പ്രഖ്യാപിച്ചു. അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ നിരോധിത സംഘടനയായി പ്രഖ്യാപിച്ചത് 32 അല്ലേ? അത് നമ്മൾ ആൾറെഡി പഠിച്ചിട്ടുണ്ട് വൈസ്രോയിമാർ പഠിച്ചപ്പോ. 1932 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ നിരോധിത സംഘടനയായി പ്രഖ്യാപിച്ചപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ മദൻ മോഹൻ മാളവ്യയാണ്. INCയെ നിരോധിത സംഘടനയായി ബ്രിട്ടീഷ് പാർലമെന്റ് പ്രഖ്യാപിച്ചപ്പോൾ INC പ്രസിഡന്റ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ആരായിരുന്നു? മദൻ മോഹൻ മാളവ്യയായിരുന്നു. സെറ്റാണേ. തുടർന്ന് 1932 റാംസെ മക്ഡൊണാൾഡ് മറ്റൊരു കാര്യം കൂടെ ചെയ്തു. എന്താണ്? കമ്മ്യൂണൽ അവാർഡ് പാസാക്കി. ഒന്നാം വട്ടമേശ സമ്മേളനത്തിലും രണ്ടാം വട്ടമേശ സമ്മേളനത്തിലും മൂന്നാം വട്ടമേശ സമ്മേളനത്തിലും പങ്കെടുത്ത അധസ്ഥിതരുടെ പ്രതിനിധിയായ ഡോക്ടർ BR അംബേദ്കറുടെ ആവശ്യപ്രകാരമായിരുന്നു 1932 റാംസെ മക്ഡൊണാൾഡ് എന്ത് ചെയ്യുന്നത്? കമ്മ്യൂണൽ അവാർഡ് പാസാക്കുക. ശരിയല്ലേ? നമ്മൾ കമ്മ്യൂണൽ അവാർഡ് ആൾറെഡി പഠിച്ചതാണ്, നിങ്ങളുടെ മനസ്സിലുണ്ട് അല്ലെ? ഈ കമ്മ്യൂണൽ അവാർഡ് പ്രകാരം 1932 കമ്മ്യൂണൽ അവാർഡ് പ്രകാരം എന്താ സംഭവിക്കുന്നേ? അധസ്ഥിതർ എന്ന് പറയുമ്പോൾ SC/ST വിഭാഗം എന്ന് പറയാം. പിന്നോക്ക വിഭാഗക്കാർ, അതായത് OBC, പിന്നോക്ക വിഭാഗക്കാർ, പിന്നെ ന്യൂനപക്ഷം, മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ്, ന്യൂനപക്ഷം, മതത്തിന്റെ അടിസ്ഥാനത്തിൽ ന്യൂനപക്ഷം, ഇത്രയും വിഭാഗങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ രൂപീകരിക്കാൻ നിർദ്ദേശിച്ചു. ആർക്കൊക്കെ? അധസ്ഥിതർ, പിന്നോക്ക വിഭാഗക്കാർ, ന്യൂനപക്ഷം എന്നിവർക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ രൂപീകരിക്കാൻ നിർദ്ദേശിച്ചതാണ് കമ്മ്യൂണൽ അവാർഡ്. ഇത് സ്വാഗതം ചെയ്ത വ്യക്തിത്വമാണ് ഡോക്ടർ BR അംബേദ്കർ. പക്ഷേ അംബേദ്കറുടെ കാഴ്ചപ്പാട് ഇവരെ പ്രത്യേകിച്ച് നിർത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവർ പുരോഗതിയിലേക്ക് വരും. അപ്പൊ ഗാന്ധിജി പറഞ്ഞു അവരെ പ്രത്യേകിച്ച് നിർത്തിക്കഴിഞ്ഞാൽ അവരിൽ നിന്ന് മാത്രമേ അവർ കണ്ടുപിടിക്കത്തുള്ളൂ, പൊതുസമൂഹത്തിൽ കണ്ടു വളരില്ല, അവര് അപരിഷ്കൃതരായിട്ട് മാറും. ഉദാഹരണമായിട്ട് ആദിവാസി വിഭാഗം അവര് നഗരത്തിലേക്ക് വരില്ല, പൊതുസമൂഹത്തിന്റെ ഉള്ളിലേക്ക് വരില്ല, അവരിൽ തന്നെ കഴിഞ്ഞുകൂടുന്നത് കൊണ്ട് അവർക്ക് പുരോഗതിയില്ല എന്നൊരു ഉദാഹരണം പറഞ്ഞു. അങ്ങനെ അംബേദ്കർ പറഞ്ഞു ഓക്കെ, അങ്ങനെയാണെങ്കിൽ കമ്മ്യൂണൽ അവാർഡ് നടപ്പിലാക്കേണ്ട. അങ്ങനെ പ്രത്യേക വിഭാഗങ്ങൾക്ക്
പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിക്കുന്ന കമ്മ്യൂണൽ അവാർഡ് നടപ്പിലാക്കേണ്ട എന്ന തീരുമാനമായിരുന്നു അംബേദ്കറും ഗാന്ധിജിയും തമ്മിൽ ഒപ്പുവെച്ച പൂനെ ഉടമ്പടി. ഈ പൂനെ ഉടമ്പടി ഒപ്പുവെക്കുന്ന സമയത്ത്, പൂനെ ഉടമ്പടിയുടെ ചർച്ച നടക്കുന്ന സമയത്ത് ഗാന്ധിജി ജയിലിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഗാന്ധിജിക്ക് വേണ്ടി ഈ പൂനെ ഉടമ്പടിയിൽ ഒപ്പ് രേഖപ്പെടുത്തിയത് ആരായിരുന്നു? മദൻ മോഹൻ മാളവിയായിരുന്നു. ശരിയല്ലേ? മദൻ മോഹൻ മാളവിയുടെ സ്വാഭാവികം നിങ്ങൾ മനസ്സിലാക്കുക, മദൻ മോഹൻ മാളവിയ കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പല പ്രവൃത്തികളെയും ചോദ്യം ചെയ്ത വ്യക്തിത്വമായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പല ബ്രിട്ടീഷുകാർക്ക് ഫേവറായി ചെയ്ത, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ പറയുന്നത് കേൾക്കുന്ന പ്രവണതയെ ചോദ്യം ചെയ്ത വ്യക്തിത്വമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മറ്റ് പുരസ്കാരങ്ങളൊന്നും ലഭിച്ചില്ല എന്നത് യാഥാർത്ഥ്യം. ഒടുവില് 2014 മരണാനന്തര ബഹുമതിയായിട്ട് ആർക്ക്? നമ്മുടെ മദൻ മോഹൻ മാളവിക്ക് എന്ത് കിട്ടുക? ഭാരത രത്ന ബഹുമതി അനുവദിക്കുക. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്ത് മദൻ മോഹൻ മാളവിയോട് ചേർന്ന് പ്രവർത്തിച്ച മറ്റു പലർക്കും സിവിലിയൻ ബഹുമതികൾ കിട്ടിയിരുന്നു. എന്നാൽ മദൻ മോഹൻ മാളവിക്ക് ഭാരതരത്ന പുരസ്കാരം ലഭിക്കുന്നത് എപ്പോഴാണ്? 2014 എന്ന് പ്രത്യേകിച്ച് ഓർമ്മിക്കുക. സെറ്റാണേ? ഓക്കെ അല്ലേ? ഇതോടുകൂടി മദൻ മോഹൻ മാളവിയ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ മദൻ മോഹൻ മാളവിയെ കുറിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വളരെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒന്നുകൂടെ റിവിഷൻ ചെയ്തിട്ട് മുന്നോട്ട് പോകാം. മദൻ മോഹൻ മാളവിയ, ജനനം ഉത്തർപ്രദേശിലെ അലഹാബാദ്. ഇന്ത്യൻ സ്കൗട്ട് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ മദൻ മോഹൻ മാളവിയ ആയിരുന്നു. യാചകരിലെ രാജകുമാരൻ എന്ന മഹാമാന എന്നും അറിയപ്പെടുന്നത് മദൻ മോഹൻ മാളവി തന്നെ. മദൻ മോഹൻ മാളവിയുടെ പത്രം ദില്ലീഡ് ഏത് വർഷം ആരംഭിച്ചു? 1909. മറ്റ് പ്രസിദ്ധീകരണങ്ങൾ അഭ്യുദയ്, മര്യാദ എന്നിവ. 1880 ഹിന്ദു സമാജം സ്ഥാപിച്ചു. 1887 കേന്ദ്ര ഹിന്ദു സമാജം സ്ഥാപിച്ചു. 1907 കൽക്കട്ടയിൽ ഹിന്ദു സഭ സ്ഥാപിക്കുകയും ചെയ്തു. 1915 ഹരിദ്വാറിൽ ഹിന്ദു മഹാസമ്മേളനം നടത്തി. 1916 ഹിന്ദു മഹാസഭ എന്ന സംഘടന സ്ഥാപിച്ചു. 1916 ബനാറസ് ഹിന്ദു സർവകലാശാല സ്ഥാപിച്ചു. രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് ഇൻഡിപെൻഡന്റ് പാർട്ടി ഏത് വർഷം? 1926 ആരുമായി സഹകരിച്ചുകൊണ്ട്? ലാല ലജ്പത് റോയുമായി സഹകരിച്ചുകൊണ്ട്. 1909, 1918, 1932 വർഷങ്ങളിൽ INC പ്രസിഡന്റ് ആയിരുന്നു. പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞാൽ 1932 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിരോധിത സംഘടനയായി മാറിയപ്പോൾ പ്രസിഡന്റ് സ്ഥാനം വഹിച്ചത് ആരായിരുന്നു? മദൻ മോഹൻ മാളവി തന്നെ. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേശകനായി പങ്കെടുത്തത് മദൻ മോഹൻ മാളവിയാണ്. 1932 കമ്മ്യൂണൽ അവാർഡ് നടപ്പിലാക്കേണ്ട എന്നതിൽ അംബേദ്കറുമായുള്ള ഗാന്ധിജിയുടെ പൂനെ ഉടമ്പടിയിൽ ഗാന്ധിജിക്ക് വേണ്ടി ഒപ്പുരേഖപ്പെടുത്തിയത് മദൻ മോഹൻ മാളവിയാണ്. 2014 മരണാനന്തര ബഹുമതിയായി അദ്ദേഹത്തിന് ഭാരത രത്ന ലഭിക്കുകയും ചെയ്തു. സെറ്റാണേ? അപ്പോൾ നിങ്ങൾ ഏറ്റവും മനസ്സിലാക്കുക, ദേശീയ നേതാക്കളിൽ പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ, ഏതെങ്കിലും വിഭാഗത്തിന് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിക്കുന്നതിനെ ശക്തമായി എതിർത്ത ഒരു സാമൂഹിക പരിഷ്കർത്താവാണ് മദൻ മോഹൻ മാളവ്യ. അത് 1909 ഇന്ത്യൻ കൗൺസിൽ നിയമപ്രകാരം മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിക്കുന്നതിനെ എതിർത്തു. അത് 1916 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അംഗീകരിച്ചുവെങ്കിലും അതിനെ വിമർശിച്ചു. തുടർന്ന് 1932 കമ്മ്യൂണൽ അവാർഡിനെ എതിർക്കുന്നതും പ്രത്യക്ഷമായി ആര് തന്നെയാണ്? മദൻ മോഹൻ മാളവി തന്നെയാണ്. ഓക്കെ അല്ലേ? ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്നു പ്രാർത്ഥനാ സമാജം. പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് 1867. സംഘടനയുടെ പേരിൽ പ്രാർത്ഥന എന്നൊരു വാക്കുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ പ്രാർത്ഥന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സത്യസന്ധമായ പ്രാർത്ഥന, നിർമ്മലമായ മനസ്സോടുകൂടിയുള്ള പ്രാർത്ഥന, യഥാർത്ഥ പ്രാർത്ഥന. ഹിന്ദുമതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വേദങ്ങളാണ് എന്ന് പറഞ്ഞ വ്യക്തിത്വമാണ് സ്വാമി ദയാനന്ദ സരസ്വതി. 1875 ആര്യ സമാജം ആരംഭിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചത്. അതിനു മുൻപ് തന്നെ ഹിന്ദുമതത്തിലെ അനാചാരങ്ങളെ ചോദ്യം ചെയ്ത ഒരു സംഘടനയായിരുന്നു പ്രാർത്ഥനാ സമാജം. പ്രാർത്ഥനാ സമാജം ആരംഭിച്ചത് മഹാരാഷ്ട്രയിലെ ബോംബെയിൽ. ആത്മാറാം പാണ്ഡുരംഗം, കേശവചന്ദ്ര സെനും, മഹാഗോവിന്ദ് റാനഡെയുമാണ് മറ്റ് പ്രധാന അംഗങ്ങൾ. അപ്പൊ ആത്മാറാം പാണ്ഡുരംഗാണ് സ്ഥാപകൻ. കൂടാതെ കേശവചന്ദ്ര സെനും മഹാഗോവിന്ദ് റാനഡെയും ഉണ്ട്. ലക്ഷ്യം ഹിന്ദുമതത്തിലെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെ പോരാടുക. ഹിന്ദുമതത്തിലെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പോരാടുവാൻ ആവശ്യപ്പെട്ട സംഘടനയായിരുന്നു പ്രാർത്ഥനാ സമാജം. കേശവചന്ദ്രസനുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ബ്രഹ്മസമാജത്തിന്റെ കാഴ്ചപ്പാടുകൾ ഇവിടെ വന്നേക്കാം അല്ലെ. ഏക ദൈവവിശ്വാസം പ്രചരിപ്പിച്ചു. അപ്പൊ ഹിന്ദുമതത്തിലെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പോരാടുക, ഏക ദൈവവിശ്വാസം പ്രചരിപ്പിക്കുക എന്നിവയായിരുന്നു പ്രധാന ലക്ഷ്യം. ഇനി ഈ പ്രാർത്ഥനാ സമാജത്തിന്റെ പ്രവർത്തനങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഇത് ലക്ഷ്യമാണ്.
ലക്ഷ്യമാണ് നമ്മൾ പറഞ്ഞത് ഹിന്ദുമതത്തിലെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കെതിരെ പോരാടുക, ഏകദൈവ വിശ്വാസം പ്രചരിപ്പിക്കുക. ഇത് ലക്ഷ്യമാണ്. ഇനി പ്രവർത്തനമാണ് നമ്മൾ നോക്കുക. പലപ്പോഴും ഏതൊരു മതമെടുത്താലും അവിടെ വിവേചനമുണ്ടാകാനുള്ള പ്രധാന കാരണം എന്താണ്? അവിടുത്തെ പുരോഹിതന്മാർ. അത് ഏത് മതമെടുത്താലും പുരോഹിതന്മാർ വ്യക്തി താല്പര്യത്തിന് വേണ്ടിയോ സ്വജനപക്ഷപാതപരമായിട്ടോ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രവണത കാണാൻ കഴിയും. എല്ലാവരുമല്ല, ചിലരെങ്കിലും. അതാണല്ലോ ലോകത്ത് മതനവീകരണ പ്രസ്ഥാനങ്ങൾക്ക് ആക്കം കൂട്ടിയത്. ശരിയല്ലേ? ജാതി പ്രവണതകൾക്കെതിരെ ജനങ്ങൾ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചതും ഇത്തരം പുരോഹിതന്മാരുടെ പ്രവൃത്തി തന്നെയായിരുന്നു. പുരോഹിത മേധാവിത്വത്തെയും ജാതി മേധാവിത്വത്തെയും എതിർത്ത പ്രവർത്തനം ആര് നടത്തി? പ്രാർത്ഥനാ സമാജം. ഇത് പ്രവർത്തനമാണ്. പുരോഹിത മേധാവിത്വത്തെയും ജാതി വ്യവസ്ഥയും പ്രത്യക്ഷത്തിൽ എതിർത്തു. സ്ത്രീ വിദ്യാഭ്യാസത്തിന് ആഹ്വാനം ചെയ്തു. മിശ്രഭോജനം നടത്തി, മിശ്ര വിവാഹം നടത്തി, വിധവാ വിവാഹം നടത്തി. സ്ത്രീ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ചു, മിശ്ര വിഭോജനം നടത്തി, മിശ്ര വിവാഹം നടത്തി, പിന്നെ വിധവാ വിവാഹവും നടത്തുകയാണ്. ഓക്കെ അല്ലേ? അപ്പൊ മറക്കരുത്, ഇമ്പോർട്ടന്റ് ആണ്. മിശ്രഭോജനം, മിശ്ര വിവാഹം, വിധവാ വിവാഹം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിച്ച സംഘടനയാണ് പ്രാർത്ഥനാ സമാജം. അപ്പൊ ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാം. പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് 1867. എവിടെയാണ് ആസ്ഥാനം? മഹാരാഷ്ട്രയിലെ ബോംബെ. പ്രധാനപ്പെട്ട പ്രവർത്തകർ അഥവാ സ്ഥാപകർ എന്ന് പറയുന്നത് ആത്മാറാം പാണ്ഡുരംഗ, കേശവചന്ദ്ര സെൻ, പിന്നെ മഹാഗോവിന്ദ റാനഡെയും. ലക്ഷ്യം ഹിന്ദുമതത്തിലെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെ പോരാടുക, ഏകദൈവ വിശ്വാസം പ്രചരിപ്പിക്കുക. ഏകദൈവ വിശ്വാസം പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ കൂടുതൽ അന്ധവിശ്വാസങ്ങൾ ഇല്ലായ്മ ചെയ്യപ്പെടും, അനാചാരങ്ങൾ ഇല്ലായ്മ ചെയ്യപ്പെടും എന്നതായിരുന്നു ഇവരുടെ കാഴ്ചപ്പാട്. ഇവരുടെ പ്രവർത്തനങ്ങളിലേക്ക് പോയാൽ എന്തായിരുന്നു പ്രവർത്തനം? പുരോഹിത മേധാവിത്വത്തെയും ജാതി വ്യവസ്ഥയെയും എതിർത്തു. സ്ത്രീ വിദ്യാഭ്യാസം, മിശ്രഭോജനം, മിശ്രവിവാഹം, വിധവാ വിവാഹം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിച്ചു. ഈ സെന്റൻസ് PSC ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആ സെന്റൻസ് അങ്ങനെ തന്നെ തരുന്നേ. പ്രിയ വിദ്യാർത്ഥികളെ, കൺഫ്യൂഷൻ ഉണ്ടാവല്ലേ. PSC ചോദിച്ച ചോദ്യം എങ്ങനെയായിരുന്നു? സ്ത്രീ വിദ്യാഭ്യാസം, മിശ്രഭോജനം, മിശ്രവിവാഹം, വിധവാ വിവാഹം എന്നിവ നടത്തിയത് ഏത് സംഘടനയാണ് എന്ന് ചോദിക്കാറുണ്ട്. ഏത് സാമൂഹിക പരിഷ്കരണ സംഘടനയാണ് എന്ന് ചോദിക്കാറുണ്ട്. ഏതാണ്? കൃത്യമായി പഠിച്ചു വെക്കണം. പ്രാർത്ഥനാ സമാജം. ഈ സെന്റൻസിനെ PSC ചോദിച്ചിട്ടുണ്ട്, മറക്കരുത്. അപ്പൊ പുരോഹിത മേധാവിത്വത്തെയും ജാതി വ്യവസ്ഥയെ എതിർത്തു. സ്ത്രീ വിദ്യാഭ്യാസം, മിശ്രഭോജനം, മിശ്രവിവാഹം, വിധവ വിവാഹം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിച്ചു. ഈ സ്ഥാപകരായ 3 പേരില് മഹാഗോവിന്ദ റാനഡെ ആയിരുന്നു പ്രധാനമായും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് മഹാഗോവിന്ദ റാനഡെ. മിശ്രവിവാഹത്തിനും വിധവാ വിവാഹത്തിനും നേതൃത്വം നൽകിയത് കേശവചന്ദ്ര സെൻ. ആത്മാറാം പാണ്ഡുരംഗാണ് പ്രധാനമായും പുരോഹിത മേധാവിത്വത്തെ എതിർത്തിരുന്നത്, ജാതി വ്യവസ്ഥയ്ക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിച്ചിരുന്നത്. അങ്ങനെ മഹാഗോവിന്ദ റാനഡെ പ്രാർത്ഥനാ സമാജത്തിന്റെ പ്രവർത്തകനായി വിദ്യാഭ്യാസം പ്രചരിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. അദ്ദേഹം പാശ്ചാത്യ വിദ്യാഭ്യാസം നേടിയ വ്യക്തിത്വമാണ് കേട്ടോ. പ്രാർത്ഥനാ സമാജത്തിന് കീഴിൽ വിദ്യാഭ്യാസം പ്രചരിപ്പിച്ചു. കൂടാതെ അദ്ദേഹം പിന്നീട് എന്ത് ചെയ്തു? സ്വമേധയാ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം മാത്രം പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി എന്ന മറ്റൊരു സംഘടന കൂടെ ആരംഭിച്ചിട്ടുണ്ട്. അതിന് സാമ്പത്തിക സഹായം നൽകിയത് മറ്റൊരു വ്യക്തിത്വമാണ്, GG അഗാർക്കർ. എങ്കിലും നേതൃത്വം നൽകിയത് MG റാനഡെ തന്നെയാണ് കേട്ടോ. MG റാനഡെ അങ്ങനെ വിദ്യാഭ്യാസ പ്രവർത്തനത്തിന് വേണ്ടി പോവുകയാണ്. ഒരു സമൂഹത്തെ വിദ്യാസമ്പന്നതയിലേക്ക് മാറ്റുവാൻ ആർക്കാണ് വിദ്യാഭ്യാസം നൽകേണ്ടത്? കുട്ടികൾക്കാണോ മുതിർന്നവർക്കാണോ? ഒരു സമൂഹത്തെ വിദ്യാസമ്പന്നതയിലേക്ക് കൊണ്ടുവരുവാൻ വിദ്യാഭ്യാസം നൽകേണ്ടത് കുട്ടികൾക്കാണോ മുതിർന്നവർക്കാണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കുട്ടികൾക്കാണെങ്കിൽ ആ സമൂഹം വിദ്യാസമ്പന്നതയിലേക്ക് വളർന്നു വരുവാൻ ആ കുട്ടികളുടെ അടുത്ത തലമുറയും വിദ്യാസമ്പന്നതയിലേക്ക് വന്നാൽ മാത്രം. എന്നാൽ മുതിർന്നവർക്കാണ് വിദ്യാഭ്യാസം നൽകുന്നതെങ്കിൽ ആ കാലയളവിൽ തന്നെ സമൂഹം എന്ത് ചെയ്യും? വിദ്യാസമ്പന്നതയിലേക്ക് വരും. മുതിർന്നവർക്ക് വിദ്യാഭ്യാസം കിട്ടുന്നു, കുട്ടികൾക്കും കിട്ടുന്നു. ആ കാലയളവിൽ തന്നെ വിദ്യാസമ്പന്നമായ ഒരു സമൂഹമായിട്ട് അത് മാറ്റപ്പെടും. അതല്ലേ വേണ്ടത്? ആ ഒരു കാഴ്ചപ്പാടോടുകൂടി കുട്ടികൾക്കും മുതിർന്നവർക്കും വിദ്യാഭ്യാസം നൽകുവാനായിട്ട് മഹാഗോവിന്ദ റാനഡെ ക്ഷണിച്ചു. സ്വാഭാവികമായിട്ടും MG റാനഡെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസമൊക്കെ പഠിപ്പിക്കുമ്പോൾ പുരോഗമനവാദികളല്ലാത്ത പരമ്പരാഗതവാദികൾ സ്വാഭാവികമായിട്ട് അതിനെ വിമർശിക്കും. ശരിയല്ലേ? ഏതൊരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാലും വിമർശിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. അങ്ങനെ അദ്ദേഹത്തെ വിമർശിച്ചു. നിനക്ക് വേറെ പണിയില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടാവും അല്ലെ? ലളിതമായിട്ട്. യെസ്. അപ്പോ ഇദ്ദേഹത്തെ ഒരു കൂട്ടം ജനങ്ങൾ വെല്ലുവിളിച്ചു.
മുതിർന്നവർക്ക് വിദ്യാഭ്യാസം കിട്ടും, വിദ്യാഭ്യാസ സമ്പന്നതയിലേക്ക് സമൂഹത്തെ മാറ്റാൻ കഴിയും എന്നൊക്കെ വെറുതെ പ്രസംഗിക്കാനല്ലേ കഴിയത്തുള്ളൂ. വെറുതെ പ്രസംഗിക്കാനല്ലേ കഴിയത്തുള്ളൂ. ആരെയെങ്കിലും ഒരാളെയെങ്കിലും പഠിപ്പിച്ചു കാണിക്ക് എന്ന് വെല്ലുവിളിച്ചു. അങ്ങനെ പഠിപ്പിച്ചു കാണിക്കാനും വെല്ലുവിളിച്ചു. ഇദ്ദേഹം കുറെ പേരെ പഠിക്കാനൊക്കെ ശ്രമിച്ചു. മുതിർന്നവര് എന്ത് ചെയ്തില്ല, പഠിക്കാൻ പോയില്ല. നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് അറിയാലോ, ഒരു കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള നമ്മുടെ അപ്പൂപ്പൻ അല്ലെങ്കിൽ അമ്മച്ചിയൊക്കെ ആണെങ്കിൽ അവർക്ക് ടച്ച് ഫോണൊന്നും ഉപയോഗിക്കാൻ അറിയത്തില്ല. കാരണം ഏകദേശം ഒരു 10-12 വർഷമായിട്ടുള്ളൂ ടച്ച് ഫോണൊക്കെ വന്നിട്ട്, ആൻഡ്രോയിഡ് ഫോണൊക്കെ വന്നിട്ട്. അപ്പൊ അവർക്ക് ഇപ്പോഴും കീപാഡ് ഫോണാണ് ഉപയോഗിക്കാൻ താല്പര്യം. ടച്ച് ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ അവർ പറയും എനിക്കിത് ആവശ്യമില്ല, താല്പര്യമില്ല എന്ന് പറയും. എന്തുകൊണ്ടാണ്? അവർക്ക് പഠിച്ചെടുക്കാൻ പറ്റില്ല എന്നൊരു പേടിയുണ്ടാവും. പക്ഷെ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്ത് അവരെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരെന്ത് ചെയ്യും, പഠിച്ചെത്തും. ചിലരുണ്ട് പഠിക്കാൻ പേടിയായതുകൊണ്ട് ഇവരെന്ത് ചെയ്യും, പഠിച്ചാൽ ശരിയാകില്ലല്ലോ എന്നൊരു പേടിയുള്ളത് കൊണ്ട് അതിലേക്ക് പോകില്ല. ആരെന്ത് പറഞ്ഞാലും എതിർക്കും. ഈ ഒരു കാഴ്ചപ്പാടായിരുന്നു മഹാഗോവിന്ദ് റാനഡെ പൊതുജനങ്ങൾക്ക്, പ്രത്യേകിച്ച് മുതിർന്നവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി പോയപ്പോ ജനങ്ങളുടെ കാഴ്ചപ്പാട്. അതുകൊണ്ട് ആരും പഠിക്കാൻ വന്നില്ല. അപ്പൊ ഇയാള് ആരെങ്കിലും നിർബന്ധിച്ച് പഠിക്കാൻ കൊണ്ടുവരാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് മഹാഗോവിന്ദ് റാനഡെ ഒരു എളുപ്പവഴി ചെയ്തു. അദ്ദേഹം വിദ്യാഭ്യാസം ഒട്ടും തന്നെ ഇല്ലാത്ത ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു. ആ സ്ത്രീയുടെ പേരാണ് രമാഭായി. കല്യാണം കഴിച്ചതിന് ശേഷം അവര് രമാഭായി റാനഡെ എന്നറിയപ്പെട്ടു. ഈ രമാഭായി റാനഡെ ഭാര്യയല്ലേ, അപ്പൊ പറയുന്നത് കുറച്ചെങ്കിലും കേൾക്കുമല്ലോ. അങ്ങനെ രമാഭായി റാനഡയ്ക്ക് വിദ്യാഭ്യാസം നൽകുക, രമാഭായ് റാനഡയ്ക്ക് വിദ്യാഭ്യാസം നൽകുകയാണ്. 4 ഭാഷകളിൽ 4 ഭാഷകളിൽ ആർക്ക് പ്രാവീണ്യം നൽകി? രമാഭായ് റാനഡയ്ക്ക്. അതോടുകൂടി രമാഭായ് റാനഡെ കോൺഫിഡന്റ് ആയി. രമാഭായ് റാനഡെ 4 ഭാഷകളിൽ പ്രാവീണ്യം നൽകിയപ്പോൾ മഹാഗോവിന്ദ് റാനഡെ രമാഭായ് റാനഡെ മുൻനിർത്തിക്കൊണ്ടാണ് പിന്നീട് വിദ്യാഭ്യാസ പ്രചരണത്തിന് നേതൃത്വം നൽകുക. അത്രയും കഴിവുള്ള മനുഷ്യനായിരുന്നു മഹാഗോവിന്ദ് റാനഡെ. പ്രവർത്തിച്ചത് കാണിച്ചു കൊടുത്ത വ്യക്തിയാണ്. അങ്ങനെ രമാഭായ് റാനഡെ പിൽക്കാലത്ത് ഒരു സ്ത്രീ മുന്നേറ്റ പ്രവർത്തകയായിട്ട് മാറുകയാണ്. കേട്ടോ, രമാഭായ് റാനഡെയാണ്. നിങ്ങൾ ഇനി കൂട്ടിച്ചേർത്ത് ഒന്നും പറയരുത്. ചിലപ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ ചിലരെങ്കിലും, ചില ഉദ്യോഗാർത്ഥികളെങ്കിലും കൂട്ടിച്ചേർത്ത് പറയും, അതെ സാറേ, പണ്ഡിത രമാഭായ്. നമുക്കിവരെ അറിയാം, ഇവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത ആദ്യ വനിതയാണ് പണ്ഡിത രമാഭായ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രിയ ഉദ്യോഗാർത്ഥികളെ, ആ പണ്ഡിത രമാഭായിയും ഇവിടെ മഹാഗോവിന്ദ് റാനഡയുടെ വൈഫായ രമാഭായ് റാനഡെ തമ്മിൽ ഒരു ബന്ധവുമില്ല. ഇവിടെ ഈ രമാഭായ് റാനഡെ ജനിക്കുന്നത് മഹാരാഷ്ട്രയിലാണ്. പണ്ഡിത് രമാഭായ് ജനിച്ചത് കർണാടകയിലാണ്. സംസ്കൃതത്തിൽ ചെറിയ പ്രായത്തിൽ തന്നെ പാണ്ഡിത്യം നേടിയ വനിതയായിരുന്നു പണ്ഡിത് രമാഭായ്. പണ്ഡിത എന്ന ബഹുമതി കൊടുക്കുന്നത് കൽക്കട്ട സർവകലാശാല. അതുകൊണ്ടാണ് ഇന്റർനാഷണൽ കോൺഗ്രസിൽ വിദ്യാസമ്പന്നയായ വ്യക്തി എന്ന അർത്ഥത്തിൽ അവരെ അഭിസംബോധന ചെയ്യാനായിട്ട് ക്ഷണിക്കുക. ചെറിയ പ്രായത്തിൽ തന്നെ അവരുടെ ഭർത്താവ് മരിച്ചുപോയി. സാധാരണഗതിയിൽ വിധവയായ ഒരു സ്ത്രീ വീട്ടുതടങ്കലിലായിരിക്കും, അല്ലെങ്കിൽ വീട്ടിലെ ഇരുട്ടുമുറിയിൽ കഴിഞ്ഞുകൂടണം, സതിയനുഷ്ഠാനമില്ല എന്ന സാഹചര്യം. പക്ഷേ നമ്മുടെ പണ്ഡിത രമാഭായിയുടെ സ്വന്തം പിതാവ് അതിനെ അനുവദിച്ചില്ല. തന്റെ മകൾ സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കട്ടെ, സമൂഹത്തിന് മാതൃകയായി ജീവിക്കട്ടെ എന്ന പുരോഗത ചിന്തഗതി കൊണ്ടുവന്ന ആളാണ്. ആ അച്ഛന്റെ, സ്വന്തം പിതാവിന്റെ ബലത്തിലാണ് പണ്ഡിത രമാഭായ് സമൂഹത്തിൽ ഇറങ്ങിത്തിരിക്കുന്നതും സാമൂഹിക പ്രവർത്തകയായിട്ട് മാറുകയും ചെയ്തു. അത് പണ്ഡിത് രമാഭായ് ആണ്, ഇത് രമാഭായ് റാനഡെയാണ്. രണ്ടും 2 പേരാണ് എന്ന് ദയവായി ഓർമ്മിക്കുക പ്രിയ വിദ്യാർത്ഥികൾ. കേട്ടോ, നമ്മൾ പിന്നീട് പഠിക്കും, എങ്കിലും ജസ്റ്റ് സൂചിപ്പിച്ചതാണ് കേട്ടോ. അങ്ങനെ പ്രാർത്ഥനാ സമാജത്തിന്റെ സ്ഥാപകൻ ആത്മാറാം പാണ്ഡുരംഗ ആണെങ്കിലും അതിനെ യഥാർത്ഥത്തിൽ പ്രവർത്തന തലത്തിലേക്ക് എത്തിക്കുന്നത് അദ്ദേഹം മാത്രമല്ല, കൂടാതെ കേശവചന്ദ്ര സെനും, കൂടാതെ മഹാഗോവിന്ദ് റാനഡെയും MG റാനഡെയും ഉണ്ട്. സെറ്റാണേ. ഇനി മഹാഗോവിന്ദ് റാനഡയിലേക്ക് നമുക്ക് പോകാം. മഹാഗോവിന്ദ് റാനഡെ വിദ്യാഭ്യാസം പ്രചരിപ്പിച്ചു. ലോകത്ത് ആദ്യമായി ഒരു ഗുരുകുല സമ്പ്രദായം അല്ലെങ്കിൽ വിദ്യാഭ്യാസ സമ്പ്രദായം ആരംഭിച്ചത് ഗ്രീക്ക് സംസ്കാരത്തിലെ സോക്രട്ടീസ് എന്നാണ് കണക്കാക്കുക. അതുകൊണ്ട് പടിഞ്ഞാറൻ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് മഹാരാഷ്ട്ര സംസ്ഥാനത്ത് വിദ്യാഭ്യാസം പ്രചരിപ്പിച്ചത് കൊണ്ട് മഹാഗോവിന്ദ് റാനഡെ എന്തെന്ന് വിളിക്കുന്നു? മഹാരാഷ്ട്രയിലെ സോക്രട്ടീസ്. മഹാരാഷ്ട്ര ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ ഇന്ത്യയിലെ സോക്രട്ടീസ് എന്ന് വിളിക്കുന്നു. അപ്പൊ പടിഞ്ഞാറൻ ഇന്ത്യയിലെ സോക്രട്ടീസ് എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാൽ മഹാഗോവിന്ദ് റാനഡെയാണ്. പടിഞ്ഞാറൻ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്, പടിഞ്ഞാറൻ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും മഹാഗോവിന്ദ് റാനഡെ തന്നെ. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ രാഷ്ട്രീയ ഗുരുവാണ് മഹാഗോവിന്ദ് റാനഡെ. ഈ ഗോപാലകൃഷ്ണ ഗോഖലെയുടെ രാഷ്ട്രീയ ശിഷ്യന്മാരായിരുന്നു ആരൊക്കെ?
മുഹമ്മദ് അലി ജിന്ന, സരോജിനി നായിഡു, പിന്നെ ഗാന്ധിജി. അപ്പൊ നമ്മൾ മഹാഗോവിന്ദ റാനഡെ പഠിച്ചതിന് ശേഷം സ്വാഭാവികമായിട്ടും ആരെക്കുറിച്ചായിരിക്കും പഠിക്കുക? ആ യെസ്, ഗോപാലകൃഷ്ണ ഗോഖലെ കുറിച്ചായിരിക്കും പഠിക്കുക കേട്ടോ. അത് മനസ്സിലുണ്ടാവട്ടെ. നമ്മൾ തുടർന്ന് പഠിക്കും. അപ്പോൾ മഹാഗോവിന്ദ റാനഡ പടിഞ്ഞാറൻ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവെന്നും പടിഞ്ഞാറൻ ഇന്ത്യയിലെ സോക്രട്ടീസ് എന്നും അറിയപ്പെടുന്നു. പ്രത്യേകിച്ച് വിദ്യാഭ്യാസത്തിന് പ്രചാരം നൽകിയതുകൊണ്ട്. മഹാഗോവിന്ദ റാനഡെ ആരംഭിച്ച സംഘടനയായിരുന്നു സാർവജനിക സഭ. സാർവജനിക സഭ ആരംഭിച്ചത് മഹാരാഷ്ട്രയിലെ പൂനെയിലായിരുന്നു 1870. 1870 മഹാരാഷ്ട്രയിലെ പൂനെയിൽ സാർവജനിക സഭ ആരംഭിച്ചു. ജനങ്ങൾ അതിനെ എന്തെന്ന് വിളിച്ചു? പൂനെ സാർവജനിക സഭ എന്ന് വിളിച്ചു. രണ്ടും ഒന്നാണ്. PSC ചോദിക്കുമ്പോൾ പൂനെ സാർവജനിക സഭ എന്നാ ചോദിക്കുക. അർത്ഥം ഇതാണ്, പൂനെയിൽ സ്ഥാപിക്കപ്പെട്ട സാർവജനിക സഭ. ആരാരംഭിച്ചു? മഹാഗോവിന്ദ റാനഡെ, MG റാനഡെ എന്നാരംഭിച്ചു 1870. അപ്പൊ മഹാഗോവിന്ദ റാനഡെ പ്രധാനപ്പെട്ട രണ്ട് വിശേഷണങ്ങൾ: പടിഞ്ഞാറൻ ഇന്ത്യയിലെ സോക്രട്ടീസ് എന്നറിയപ്പെടുന്നു, പടിഞ്ഞാറൻ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ രാഷ്ട്രീയ ഗുരുവും ആര് തന്നെ? മഹാഗോവിന്ദ റാനഡെ തന്നെ. മഹാഗോവിന്ദ റാനഡെ ആരംഭിച്ച സംഘടനയാണ് സാർവജനിക സഭ. ഇവിടെ മഹാരാഷ്ട്രയിലെ പൂനെയിൽ. എന്ത്? 1870. ഈ സാർവജനിക സഭയിലൂടെ അദ്ദേഹം ലക്ഷ്യം വെച്ചത് പ്രധാനമായും സാമൂഹിക പരിഷ്കരണമായിരുന്നു. സാമൂഹിക പരിഷ്കരണം. ഓക്കെ. ഇനി ഇദ്ദേഹം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരു പ്രസ്ഥാനം ആരംഭിച്ചു. അതാണ് ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി. ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി ആരംഭിച്ചത് 1884. ആരാണ്? മഹാഗോവിന്ദ റാനഡെയാണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. അതായത് നിങ്ങൾ ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി, ഹു വാസ് ദ ഫൗണ്ടർ ഓഫ് ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി എന്ന് ഗൂഗിളിൽ തിരഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇദ്ദേഹത്തിന്റെ പേര് ചിലപ്പോൾ കാണില്ല. ആരുടെ പേരായിരിക്കും ഉണ്ടാവുക? GG അഗാർക്കറുടെ പേര്. GG അഗാർക്കർ. GG അഗാർക്കറുടെ പേര് ഉണ്ടാവും. കാരണം ഒരുപക്ഷെ ഞാനത് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ GG അഗാർക്കർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. അയ്യോ, നമ്മൾ ഇനി തെറ്റാണോ പഠിച്ചത് എന്നൊരു ചോദ്യമൊക്കെ മനസ്സിൽ വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിക്ക് സാമ്പത്തിക സഹായം നൽകിയത്, അതായത് ആരംഭിച്ച് വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുവാൻ ഫണ്ട് വേണം. ആ ഫണ്ട് നൽകിയത് ആരായിരുന്നു? GG അഗാർക്കർ ആയിരുന്നു. GG അഗാർക്കർ ആയിരുന്നു. എന്നാൽ പ്രവർത്തന നേതൃത്വം ആരായിരുന്നു? മഹാഗോവിന്ദ റാനഡെയുമാണ്. അതുകൊണ്ട് NCERT, SCERT പുസ്തകങ്ങളിൽ ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ സ്ഥാപകൻ ആര് എന്നതിന് ഉത്തരമായി കൊടുത്തിട്ടുള്ളത് ആര് തന്നെ? മഹാഗോവിന്ദ റാനഡെ തന്നെ. എന്നാൽ ഈ ഒരു എഡ്യൂക്കേഷൻ സൊസൈറ്റി ആകുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, സൊസൈറ്റി എന്ന വാക്ക് കണ്ടാൽ അത് ട്രസ്റ്റ് ആണ്. ട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നികുതി ഇളവുള്ളതാണ്. ആ ട്രസ്റ്റുകൾ ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തിരിക്കണം. ബ്രിട്ടീഷ് രേഖകളിൽ ഈ ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആരുടെ പേരിലാണ്? GG അഗാർക്കറുടെ പേരിലാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ആ രേഖ അനുബന്ധമായി വെച്ചുകൊണ്ട് GG അഗാർക്കറുടെ പേര് പറയുക. എന്നാൽ നമ്മൾ സാമൂഹിക പരിഷ്കരണ പ്രവർത്തനം പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രവർത്തനത്തിനാണ് പ്രാധാന്യം. അതുകൊണ്ട് NCERT പുസ്തകത്തിലും SCERT പുസ്തകത്തിലും PSC ചോദിച്ചപ്പോഴെല്ലാം ആൻസർ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി ആരുടേതെന്നാണ്? MG റാനഡെയുടെ. ഓക്കെ അല്ലേ? ഓക്കെ, യെസ്. അപ്പോൾ ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി ആരംഭിച്ചത് ആരാണ്? MG റാനഡെ. അതിനുവേണ്ട സാമ്പത്തിക സഹായം നൽകിയത് ആരാണ്? GG അഗാർക്കർ. സെറ്റാണ്. ഈ ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി എന്തിനു വേണ്ടിയിട്ടാ? ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാ? വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടിയിട്ടാ? സൗജന്യ വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടിയിട്ടാ? ഈ ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ കീഴിൽ പൂനെ ആസ്ഥാനമാക്കി എന്ത് ചെയ്തു? ഫെർഗൂസൺ കോളേജ് ആരംഭിച്ചു. ഓക്കെ, പൂനെ ആസ്ഥാനമാക്കി ഫെർഗൂസൺ കോളേജ് ആരംഭിച്ചു. PSC ചോദിച്ച ക്വസ്റ്റ്യനാണ്, പൂനെയിൽ ഫെർഗൂസൺ കോളേജ് ആരംഭിച്ചത് ആര്? പൂനെയിൽ ഫെർഗൂസൺ കോളേജ് ആരംഭിച്ചത് ആര്? ആരാണ്? മഹാഗോവിന്ദ റാനഡെ. പൂനെ ആസ്ഥാനമാക്കി സാർവജനിക സഭ ആരംഭിച്ചത് മഹാഗോവിന്ദ റാനഡെ 1870. പൂനെ ആസ്ഥാനമാക്കി ഫെർഗൂസൺ കോളേജ് ആരംഭിച്ചത് 1885. ആരാണ്? മഹാഗോവിന്ദ റാനഡെ തന്നെ. 1885 തന്നെ മഹാരാഷ്ട്ര ഗേൾസ് എഡ്യൂക്കേഷൻ സൊസൈറ്റിക്ക് തുടക്കം കുറിച്ചു. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി, സൗജന്യ വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടിയിട്ട്, സ്ത്രീ വിദ്യാഭ്യാസത്തിന് വേണ്ടി മാത്രമായി മറ്റൊരു സൊസൈറ്റി സ്ഥാപിച്ചു അല്ലെ. അപ്പൊ 1885 മഹാരാഷ്ട്രയിൽ ഗേൾസ് എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ചതും ആര് തന്നെ? മഹാഗോവിന്ദ റാനഡെ തന്നെ. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പെൺകുട്ടികളുടെ ഹൈസ്കൂളായ ഹുസൂർ ബാഗ് സ്ഥാപിച്ചതും ആര് തന്നെ?
മഹാഗോവിന്ദ് റാനഡെ തന്നെ. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പെൺകുട്ടികളുടെ ഹൈസ്കൂളായ ഹുസൂർ പാക സ്ഥാപിച്ചത് ആരാണ്? 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 മഹാഗോവിന്ദ് റാനഡെയാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള സ്കൂൾ എന്നല്ല ഞാൻ പറയുക. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ഹൈസ്കൂള് ആർക്ക് വേണ്ടി? പെൺകുട്ടികൾക്ക് വേണ്ടി. ആരാണ് ആരംഭിക്കുക? ആരാണ് ആരംഭിക്കുക? മഹാഗോവിന്ദ് റാനഡെ. എന്തുകൊണ്ടാണ് അങ്ങനെ എടുത്തെടുത്ത് പറയുന്നത് എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാകും. സ്വാഭാവികമാണ്. നിങ്ങൾ പലപ്പോഴും പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. നിങ്ങൾ പ്രത്യേകിച്ച് തിരുവിതാംകൂർ ചരിത്രം പഠിക്കുമ്പോൾ ഒരു കാര്യം പറയാറുണ്ട്. തിരുവിതാംകൂറിലെ ആദ്യത്തെ പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള സ്കൂൾ ആരംഭിച്ചത് ഉത്രം തിരുനാളാണ്. അതാണ് നിലവിലെ കോട്ടൺ ഹിൽ സ്കൂൾ എന്ന പേരിൽ അറിയപ്പെടുക. ഏഷ്യയിലെ തന്നെ പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ആദ്യത്തെ സ്കൂൾ എന്ന് പറയാറുണ്ട്. അവിടെ സ്കൂൾ എന്ന് പറയുമ്പോൾ അത് പ്രൈമറി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടാണ് ആരംഭിച്ചത്. പിന്നീട് ശ്രീമൂലം തിരുനാളിന്റെ കാലഘട്ടത്തൊക്കെയാണ് അത് ഹൈസ്കൂളായി മാറ്റപ്പെടുന്നത്. നിലവിലെ ഹയർ സെക്കൻഡറി വരെയുണ്ട് കോട്ടൺ ഹിൽ സ്കൂൾ തിരുവനന്തപുരം. അങ്ങനെ നിങ്ങൾ തിരുവിതാംകൂർ പഠിച്ചപ്പോൾ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരരുത്. അതുകൊണ്ട് ഞാൻ എടുത്തു പറയുന്നേ, പ്രൈമറി എഡ്യൂക്കേഷൻ സ്കൂളായിട്ട് കണക്കാക്കുമ്പോൾ ഇത് തന്നെ തിരുവനന്തപുരത്തെ കോട്ടൺ ഹിൽ സ്കൂൾ തിരുവിതാംകൂർ ഭരണാധികാരിയായ ഉത്തരം തിരുനാൾ ആരംഭിച്ചത്. എന്നാൽ അത് ഹൈസ്കൂളായി മാറ്റപ്പെടുന്നത് ആരുടെ കാലഘട്ടത്താണ്? ശ്രീമൂലം തിരുനാളിന്റെ കാലഘട്ടത്താണ്. കേട്ടോ, സോറി, അതെ, ശ്രീമൂലം തിരുനാളിന്റെ കാലഘട്ടത്താണ് ഹൈസ്കൂളായി മാറ്റപ്പെടുക. മറക്കല്ലേ, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും പഴക്കമുള്ള പെൺകുട്ടികളുടെ ഹൈസ്കൂളായ ഹുസൂർ പാക സ്ഥാപിച്ചത് മഹാഗോവിന്ദ് റാനഡെ. PSC ആ വിശദീകരണം ചോദിച്ചിട്ടില്ല. പക്ഷേ ഹുസൂർ പാക എന്ന പെൺപള്ളിക്കൂടം ആരംഭിച്ചത് ആരെന്ന് ചോദിച്ചിട്ടുണ്ട്. ഹുസൂർ പാക എന്ന പെൺപള്ളിക്കൂടം ആരംഭിച്ചത് ആര്? മഹാഗോവിന്ദ് റാനഡെ. ഓക്കെ. ഫെർഗൂസൺ കോളേജ് പൂനെയിൽ ആരംഭിച്ചത് ആര്? മഹാഗോവിന്ദ് റാനഡെ. മഹാരാഷ്ട്രയില് ഗേൾസ് എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ചത് ആര്? മഹാഗോവിന്ദ് റാനഡെ. ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി ആരംഭിച്ചത് ആര്? മഹാഗോവിന്ദ് റാനഡെ. ഇതൊക്കെ 2023-നും 25-നും ഇടയിൽ PSC ആവർത്തിച്ച ചോദ്യങ്ങളാണ്. ഉണ്ട്, മനസ്സിലുണ്ടാവണം. ഓക്കെ, ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ? മഹാഗോവിന്ദ് റാനഡെ പടിഞ്ഞാറൻ ഇന്ത്യയിലെ സോക്രട്ടീസ് എന്നറിയപ്പെടുന്നു. പടിഞ്ഞാറൻ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ രാഷ്ട്രീയ ഗുരുവാണ്. സംഘടന സാർവജനിക സഭ, ആസ്ഥാനം പൂനെ. 1870 ആരംഭിച്ചു സാമൂഹിക പരിഷ്കരണത്തിന് വേണ്ടി. 1884 ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി ആരംഭിച്ചു. അതിന് സാമ്പത്തിക സഹായം നൽകിയിരുന്നത് GG അഗാർക്കർ ആയിരുന്നു. ഈ ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ കീഴില് മഹാഗോവിന്ദ് റാനഡെ 1885 ആരംഭിച്ചതാണ് പൂനെ ആസ്ഥാനമാക്കി ഫെർഗൂസൺ കോളേജ്. 1885 മഹാഗോവിന്ദ് റാനഡെ മഹാരാഷ്ട്ര ഗേൾസ് എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ചു. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പെൺകുട്ടികളുടെ ഹൈസ്കൂളായ ഹുസൂർ പാക സ്ഥാപിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാലും ആര് തന്നെ? മഹാഗോവിന്ദ് റാനഡെ തന്നെ. ഓക്കെ ആണേ. മഹാഗോവിന്ദ് റാനഡയ്ക്ക് ബ്രിട്ടീഷുകാർ നൽകിയ സ്ഥാനപ്പേരാണ് റാവു ബഹദൂർ. റാവു ബഹദൂർ. ഭാര്യയുടെ പേര് രമാഭായ് റാനഡെ. രമാഭായ് റാനഡെ പൂനെ ആസ്ഥാനമാക്കി എന്താരംഭിച്ചു? സേവാ സദൻ സ്ഥാപിച്ചു. ഭാര്യ രമാഭായ് റാനഡെയാണ് പൂനെ ആസ്ഥാനമാക്കി സേവാ സദൻ ആരംഭിച്ചത്. ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണടാ? നമ്മുടെ രമാഭായ് റാനഡെ, മഹാഗോവിന്ദ് റാനഡെ വൈഫായ രമാഭായ് റാനഡെ. പൂനെ ആസ്ഥാനമാക്കി സാർവജനിക സഭ സ്ഥാപിച്ചത് MG റാനഡെയാണ്. പൂനെ ആസ്ഥാനമാക്കി സേവാ സദൻ സ്ഥാപിച്ചത് അദ്ദേഹത്തിന്റെ ഭാര്യ രമാഭായ് റാനഡെയുമാണ്. സെറ്റാണേ. അപ്പൊ ബ്രിട്ടീഷുകാർ നൽകിയ സ്ഥാനപ്പേര് എന്താണ്? റാവു ബഹദൂർ. അപ്പൊ റാവു ബഹദൂർ എന്ന സ്ഥാനപ്പേര് ബ്രിട്ടീഷുകാരിൽ നിന്ന് ലഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരെന്ന് ചോദിച്ചാൽ മഹാഗോവിന്ദ് റാനഡെ പറയാം. ഈ റാവു ബഹദൂർ ഇദ്ദേഹത്തിന് മാത്രമാണ് കിട്ടിയിട്ടുള്ളത്? ഇല്ലെന്നേ. ബ്രിട്ടീഷുകാര് അവർക്ക് ഇഷ്ടമുള്ളവർക്കൊക്കെ റാവു ബഹദൂർ എന്ന പേര് കൊടുക്കാറുണ്ട്. പ്രത്യേകിച്ച് സാമൂഹിക പരിഷ്കരണ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കാണ് റാവു ബഹദൂർ അല്ലെങ്കിൽ റാവു സാഹിബ് തുടങ്ങിയ സ്ഥാനപ്പേരുകൾ കൊടുക്കുക. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ ആർട്ടിക്കിൾ 18 പ്രകാരം ഇത്തരം സ്ഥാനപ്പേരുകളാണ്, ഇത്തരം പദവികളാണ് റദ്ദ് ചെയ്യപ്പെട്ടത്. ഓക്കെ, എന്റെ ചോദ്യം, റാവു ബഹദൂർ എന്ന പേര് മറ്റാർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഉണ്ട്. ആന്ധ്ര നവോത്ഥാനത്തിന്റെ പിതാവ് അല്ലെങ്കിൽ തെലുങ്ക് നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വീരേശലിംഗം പന്തലുവിന് എന്ത് കൊടുത്തിട്ടുണ്ട്? റാവു ബഹദൂർ എന്ന സ്ഥാനപ്പേര് കൊടുത്തിട്ടുണ്ട്. ഇനി കേരളത്തിലെ നവോത്ഥാന നായകൻ അയ്യത്താൻ ഗോപാലന്, കേരളത്തിലെ നവോത്ഥാന നായകനായ അയ്യത്താൻ ഗോപാലന് റാവു സാഹിബ് എന്ന സ്ഥാനപ്പേര് കൊടുത്തിട്ടുണ്ട്. ബ്രിട്ടീഷുകാർ കൊടുത്ത പേരാ റാവു സാഹിബ്. മനസ്സിലുണ്ടാവട്ടെ കേട്ടോ. അപ്പോ മഹാഗോവിന്ദ് റാനഡയ്ക്ക് റാവു ബഹദൂർ എന്ന സ്ഥാനപ്പേര് നൽകിയത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ബ്രിട്ടീഷുകാർ.
ബ്രിട്ടീഷുകാർ ഇത് കൂടാതെ മറ്റേതെങ്കിലും നവോത്ഥാന നായകന് കൊടുത്തിട്ടുണ്ടോ? ഉണ്ട്. വീരേശലിംഗം പന്തുലുവിനും റാഹു ബദൂർ എന്ന സ്ഥാനപ്പേര് കൊടുത്തിട്ടുണ്ട്. ബ്രിട്ടീഷുകാര് കേരളത്തിലെ നവോത്ഥാന നായകനായ അയ്യത്താൻ ഗോപാലന് റാവു സാഹിബ് എന്ന സ്ഥാനപ്പേര് നൽകിയിട്ടുണ്ട്. കേരളത്തിന്റെ രാജാറാം മോഹൻ റോയ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് അയ്യത്താൻ ഗോപാലൻ. നിങ്ങൾ നവോത്ഥാനം പഠിക്കുമ്പോൾ പഠിക്കുന്നതാണ് അല്ലെ. കേരളത്തിന്റെ രാജാറാം മോഹൻ റോയ് എന്ന അയ്യത്താൻ ഗോപാലിനെ വിശേഷിപ്പിച്ചത് ആരെന്ന് ചോദിച്ചാൽ ആരെ പേര് നമ്മൾ പറയും? രവീന്ദ്രനാഥ് ടാഗോറിന്റെ പേര് നമ്മൾ പറയും. രവീന്ദ്രനാഥ ടാഗോറാണ് അയ്യത്താൻ ഗോപാലനെ എന്തെന്ന് വിളിച്ചത്? രവീന്ദ്രനാഥ ടാഗോറാണ് അയ്യത്താൻ ഗോപാലനെ എന്തെന്ന് വിളിച്ചത്? കേരളത്തിന്റെ 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 രാജാറാം മോഹൻ റോയ്, കേരളത്തിന്റെ രാജാറാം മോഹൻ റോയ് എന്ന് അയ്യത്താൻ ഗോപാലനെ വിളിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. രാജാറാം മോഹൻ റോയിയെ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവെന്ന് വിശേഷിപ്പിച്ചത് ആര് തന്നെയാണ്? രവീന്ദ്രനാഥ ടാഗോറെ തന്നെ നമ്മൾ ആൾറെഡി പഠിച്ചിട്ടുമുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും സെറ്റാണെന്ന് കരുതിക്കോട്ടെ. സെറ്റല്ലേ? ഇനി അടുത്ത് നമ്മൾ പറയുന്നു, നമ്മുടെ മഹാഗോവിന്ദനാരുടെ എന്ത് വിശേഷണം അറിയപ്പെടുക? പടിഞ്ഞാറൻ ഇന്ത്യയിലെ സോക്രട്ടീസ് അല്ലെ. കൂടാതെ പടിഞ്ഞാറൻ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ശിഷ്യനായിരുന്നു ആര്? ഗോപാല കൃഷ്ണ ഗോഖലെ ആണേ. അപ്പൊ ഗോപാലകൃഷ്ണ ഗോഖലയെ കുറിച്ചാണ് നമ്മൾ ഇനി അടുത്ത് പഠിക്കുന്നത്. ഗോപാലകൃഷ്ണ ഗോഖലെ അദ്ദേഹം സാമൂഹിക പരിഷ്കരണത്തിന് വേണ്ടിയിട്ട് ആരംഭിച്ച സംഘടനയായിരുന്നു സെർവൻസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി. സെർവൻസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി ആരംഭിച്ചത് 1905 ബോംബെയിലായിരുന്നു. സെർവൻസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി ആരംഭിച്ചത് 1905 ബോംബെ. പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് എന്താണടാ? ഇന്ത്യയിലെ ജനങ്ങളെ സേവിക്കുക, അവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തനം മാറ്റിവെക്കുക. ഈ സംഘടനയുടെ മാതൃകയിൽ കേരളത്തിൽ, സെർവൻസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റിയുടെ മാതൃകയിൽ കേരളത്തില് ഒരു സംഘടന ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ പേരാണ് നായർ സർവീസ് സൊസൈറ്റി. ആരാരംഭിച്ചേ? മന്നത്ത് പത്മനാഭൻ. അപ്പോൾ മന്നത്ത് പത്മനാഭൻ NSS ആരംഭിച്ചത് നിങ്ങൾ പഠിക്കുമ്പോൾ അവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, NSS എന്ന സംഘടന മാതൃകയായി സ്വീകരിച്ചത് എന്തിനെ? സെർവൻസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റിയെ. ആ സെർവൻസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി ആരംഭിച്ചത് 1905 ബോംബെ. ഓക്കെ, സെറ്റാണേ. അപ്പൊ കുറെ സൊസൈറ്റികൾ നമ്മൾ പഠിച്ചു. മുഹമ്മദൻ ലിറ്റററി സൊസൈറ്റി, നവാബ് അബ്ദുൽ ലത്തീഫ് അല്ലേ. പിന്നെ ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റി, ശ്യാംജി കൃഷ്ണവർമ്മ 1905. സെർവൻസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി, ഗോപാലകൃഷ്ണ ഗോഖലെ 1905. തിരിച്ചു വരാം. അപ്പോ സെർവൻസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റിയുടെ ലക്ഷ്യം എന്താണ്? ഭാരതത്തിലെ വിദ്യാഭ്യാസ രീതിയുടെ പരിഷ്കരണം ആവശ്യപ്പെട്ടുകൊണ്ട് ആരംഭിച്ച സംഘടനയായിരുന്നു സെർവൻസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി. അതായത് ഭാരതത്തിലെ ജനങ്ങൾ ഇപ്പോഴും ഗുരുകുല വിദ്യാഭ്യാസ രീതിയാണ് പിന്തുടരുന്നത്. അത് പഠിക്കുകയോ അല്ലെങ്കിൽ അതോടൊപ്പം പാശ്ചാത്യ വിദ്യാഭ്യാസം നേടുകയോ വേണം. ഇല്ലെങ്കിൽ ഭാവിയിൽ മെച്ചപ്പെട്ട ജോലി ലഭിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഭാരതത്തിലെ വിദ്യാഭ്യാസ രീതി എന്ന് ഉദ്ദേശിക്കുന്നത് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയതല്ല. ഭാരതത്തിലെ പരമ്പരാഗത വിദ്യാഭ്യാസ രീതി പഠിക്കുന്നത് തെറ്റില്ല, പക്ഷെ അതോടൊപ്പം എന്തുകൂടെ പഠിച്ചിരിക്കണം? പാശ്ചാത്യ വിദ്യാഭ്യാസം കൂടെ പഠിച്ചിരിക്കണം, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൂടെ പഠിച്ചിരിക്കണം എന്ന് ജനങ്ങളെ ബോധവൽക്കരിക്കുവാന്, ജനങ്ങളുടെ ആശയം പ്രചരിപ്പിക്കുവാനാണ് സെർവൻസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി സ്ഥാപിച്ചത്. ഇദ്ദേഹം ആരുടെ ശിഷ്യനാണ്? മഹാഗോവിന്ദ് റാനയുടെ ഒരു ശിഷ്യനാണ്. അദ്ദേഹത്തെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? പടിഞ്ഞാറൻ ഇന്ത്യയിലെ സോക്രട്ടീസ്. എന്തുകൊണ്ട്? മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള പടിഞ്ഞാറൻ ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രചരിപ്പിക്കാൻ ശ്രമിച്ചതുകൊണ്ട്, ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി ആരംഭിച്ച് വിദ്യാഭ്യാസം പ്രചരിപ്പിച്ചതുകൊണ്ട്, അതേ മാതൃക പിൻചെന്നുകൊണ്ട് സെർവൻസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി ആരംഭിച്ച് വിദ്യാഭ്യാസം പ്രചരിപ്പിച്ച വ്യക്തിയായിരുന്നു ആര്? ഗോപാലകൃഷ്ണ ഗോഖലെ. അതുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ എന്തെന്ന് വിളിക്കും? മഹാരാഷ്ട്രയിലെ സോക്രട്ടീസ് എന്ന് വിളിക്കും. കൂടാതെ മഹാരാഷ്ട്രയിലെ രത്നമെന്നും. അപ്പൊ മഹാരാഷ്ട്രയിലെ സോക്രട്ടീസ് എന്നും മഹാരാഷ്ട്രയിലെ രത്നമെന്നും അറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. അധ്വാനിക്കുന്നവരുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. അദ്ദേഹത്തോട് ആരെങ്കിലും ഉപദേശം സ്വീകരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ആദ്യം നിങ്ങൾ പോയി പ്രവർത്തിച്ചിട്ട് വരൂ, അത് കഴിഞ്ഞിട്ട് ഞാൻ ഉപദേശം തരാം. അതിന് ഒരു വലിയൊരു ഉദാഹരണം നിങ്ങൾ ഇന്ത്യ ചരിത്രത്തിൽ കാണുവാനായിട്ട് കഴിയും. ഗാന്ധിജി ഇന്ത്യയിലേക്ക് വരികയും ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നത് എപ്പോഴാണ്? 1915. 15 ജനുവരി 9 വന്നു. അതുകൊണ്ട് ജനുവരി 9 പ്രവാസി ദിനമായിട്ട് കണക്കാക്കുന്നതൊക്കെ അറിയാം. ആ സമയത്ത് നമ്മുടെ ഗോപാലകൃഷ്ണ ഗോഖലെ എന്ന മിതവാദി നേതാവിനെ ഗാന്ധിജി സന്ദർശിക്കുകയാണ്. സന്ദർശിച്ച് ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നൊക്കെ
എന്ത് ചെയ്യാണ് ഗാന്ധിജി ഗോപാലകൃഷ്ണൻ ഗോഖലെയോട് പറയാണ്. അപ്പൊ ഗോപാലകൃഷ്ണൻ ഗോഖലെ പറഞ്ഞു, ആദ്യം താങ്കൾ പോയി സാധാരണക്കാരായ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കും, അവരുടെ കഷ്ടതകൾ തിരിച്ചറിയും, തുടർന്നാകാം സ്വാതന്ത്ര്യത്തിന് വേണ്ടി ദേശീയതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഗോപാലകൃഷ്ണൻ ഗോഖലെയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു സാധാരണക്കാരായ ജനങ്ങളുടെ ഇടയിലേക്ക് ഗാന്ധിജി ഇറങ്ങിത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവായി കണക്കാക്കുന്നതും ആരെ തന്നെ? ഗോപാലകൃഷ്ണൻ ഗോഖലെ തന്നെ. ഓക്കെ, വളരെ പ്രാധാന്യമുണ്ട്. വാക്കുകൾക്കല്ല പ്രവൃത്തിക്ക് പ്രാധാന്യം കൊടുത്ത വ്യക്തിത്വമായിരുന്നു ഗോപാലകൃഷ്ണൻ ഗോഖലെ. അപ്പൊ ഗോപാലകൃഷ്ണൻ ഗോഖലെയുടെ വിശേഷണങ്ങൾ എന്തൊക്കെയാ? മഹാരാഷ്ട്രയിലെ സോക്രട്ടീസ് എന്നറിയപ്പെടുന്നു, മഹാരാഷ്ട്രയിലെ രത്നം എന്നറിയപ്പെടുന്നു, അധ്വാനിക്കുന്നവരുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നു. കഴ്സൺ പ്രഭു ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് അസാധാരണ മനുഷ്യൻ എന്നാണ്. കഴ്സൺ പ്രഭുവിന്റെ കാലഘട്ടത്ത് കഴ്സൺ പ്രഭു ഒരുപാട് കമ്മീഷനുകൾ നിയമിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്മീഷനായിരുന്നു യൂണിവേഴ്സിറ്റി കമ്മീഷൻ, അല്ലെ? തോമസ് റാലി അധ്യക്ഷനായ യൂണിവേഴ്സിറ്റി കമ്മീഷൻ. യൂണിവേഴ്സിറ്റി കമ്മീഷൻ നിയമിക്കുന്നത് 1902-ലും അത് പ്രകാരം യൂണിവേഴ്സിറ്റി നിയമം പാസ്സാക്കുന്നത് 1904-ലുമായിരുന്നു. ആ യൂണിവേഴ്സിറ്റി നിയമത്തെ പിന്തുണച്ചുകൊണ്ടാണ് ഇദ്ദേഹം 1905-ല് എന്താരംഭിക്കുക? സെർവൻസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി ആരംഭിക്കുക. അതുകൊണ്ട് തന്നെ കഴ്സൺ പ്രഭു ഇദ്ദേഹത്തെ പുകഴ്ത്തി എന്തെന്ന് വിളിച്ചു? അസാധാരണ മനുഷ്യൻ എന്ന് വിളിച്ചു. എന്ന് പറഞ്ഞാൽ സാധാരണതയിൽ കാണാൻ കഴിയാത്ത, അധികം പ്രവർത്തിക്കാത്ത വ്യക്തികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി, കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തി, സമൂഹത്തിന് വേണ്ടി കൂടുതൽ ത്യാഗങ്ങൾ സഹിക്കുന്ന വ്യക്തി എന്ന അർത്ഥത്തിലാണ് കഴ്സൺ പ്രഭു ഇദ്ദേഹത്തെ അസാധാരണ മനുഷ്യൻ എന്ന് വിളിച്ചത്. തുടർന്ന് 1905 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനം ബനാറസിൽ, അതായത് ഇന്നത്തെ വാരണാസിയിൽ നടന്നപ്പോൾ ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട് അവിടെ ചർച്ച വരികയാണ്. ആ സമ്മേളനത്തിൽ അധ്യക്ഷനാരാണ്? നമ്മുടെ ഗോപാലകൃഷ്ണൻ ഗോഖലെയാണ്. അങ്ങനെ ചർച്ച വന്നപ്പോഴേക്കും മിതവാദികളെ എതിർത്തുകൊണ്ട്, മിതവാദികൾ എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷ് അനുഭാവികളാണ്, മിതവാദികളെ എതിർത്തുകൊണ്ട് തീവ്രവാദ അനുകൂലികൾ, ബ്രിട്ടീഷരെ എതിർക്കുന്ന തീവ്രവാദ അനുകൂലികൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ 2 പ്രമേയങ്ങൾ അവതരിപ്പിച്ച് പാസാക്കി. എന്തൊക്കെ? സ്വദേശി എന്ന പ്രസ്ഥാനവും സ്വരാജ് പ്രസ്ഥാനവും. സ്വദേശി പ്രസ്ഥാനം, സ്വരാജ് പ്രസ്ഥാനം എന്നീ പ്രമേയങ്ങൾ അവതരിപ്പിച്ച് പാസാക്കി. ഇത് പ്രത്യക്ഷത്തിൽ ആർക്കെതിരെയാ? ബ്രിട്ടീഷുകാർക്കെതിരെ തന്നെ, അല്ലെ? അപ്പൊ 1905 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബനാറസ് സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നത് ഗോപാലകൃഷ്ണൻ ഗോഖലെയാണ്. നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പഠിച്ചില്ല, ഇനി പഠിക്കത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. എങ്കിലും മനസ്സിലുണ്ടാവട്ടെ. അപ്പോൾ 1905 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബനാറസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരായിരുന്നു? ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരുന്നു. ഈ സമ്മേളനത്തിൽ വെച്ച് ബംഗാൾ വിഭജനത്തെ തുടർന്ന് തീവ്ര ദേശീയവാദികൾ, ഗോപാലകൃഷ്ണ ഗോഖലെ ആരാണ്? മിതവാദിയാണ്. തീവ്ര ദേശീയവാദികൾ, ഒരു വിഭാഗം തീവ്ര ദേശീയവാദികള് സ്വദേശി പ്രസ്ഥാനം കൂടാതെ സ്വരാജ് പ്രസ്ഥാനം എന്നീ പ്രമേയങ്ങൾ അവതരിപ്പിച്ച് പാസാക്കി. സ്വരാജ് പ്രസ്ഥാനം എന്നീ പ്രമേയങ്ങൾ അവതരിപ്പിച്ച് പാസാക്കി. പ്രത്യക്ഷത്തിൽ ആർക്കെതിരെയാണ്? ബ്രിട്ടീഷുകാർക്കെതിരെയല്ലേ? അതിൽ അധ്യക്ഷനാരായിരുന്നു? ഗോപാലകൃഷ്ണൻ ഗോഖലെ. അതുകൊണ്ട് ഇദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ എന്തെന്ന് വിളിച്ചു? പ്രത്യക്ഷത്തിൽ തങ്ങളുടെ അനുഭാവി എന്ന രീതിയിൽ, മിതവാദി എന്ന രീതിയിൽ നിൽക്കും, പക്ഷെ അവിടെ പോയിട്ട് താൻ യഥാർത്ഥ ഗുണം കാണിച്ചു എന്ന അർത്ഥത്തിൽ, വഞ്ചകൻ എന്ന അർത്ഥത്തിൽ, ബ്രിട്ടീഷുകാരെ വഞ്ചിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് ഇദ്ദേഹത്തെ വേഷപ്രച്ഛന്നനായ രാജ്യദ്രോഹി എന്ന് വിളിച്ചു. അപ്പൊ വേഷപ്രച്ഛന്നനായ രാജ്യദ്രോഹി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത് ആരെയാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. എന്തുകൊണ്ട്? 1905 ബനാറസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരുന്നു. മിതവാദി നേതാവായ ഗോപാലകൃഷ്ണൻ ഗോഖലെ അധ്യക്ഷനായ സമ്മേളനത്തിൽ സ്വദേശി പ്രസ്ഥാനം, സ്വരാജ് പ്രസ്ഥാനം എന്നിവ ബ്രിട്ടീഷുകാർക്കെതിരായി പ്രവർത്തിക്കുന്നതിന് വേണ്ടി അവതരിപ്പിച്ച് പാസാക്കിയത് കൊണ്ടാണ് അദ്ദേഹത്തെ വേഷപ്രച്ഛന്നനായ രാജ്യദ്രോഹി എന്ന് വിളിച്ചത്. മനസ്സിലാക്കുക, മിതവാദികൾ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് അനുഭാവികൾ എന്നാണ് പൊതുവായി കണക്കാക്കുക. ഗോപാലകൃഷ്ണൻ ഗോഖലെയുടെ രാഷ്ട്രീയ ശിഷ്യനാണ് 1 മഹാത്മാഗാന്ധി, 2 സരോജിനി നായിഡു, 3 മുഹമ്മദ് അലി ജിന്ന എന്നിവർ. മഹാത്മാഗാന്ധിയുടെയും സരോജിനി നായിഡുവിന്റെയും മുഹമ്മദ് അലി ജിന്നയുടെയും രാഷ്ട്രീയ ഗുരു ആരെന്ന് ചോദിച്ചാൽ ആര് തന്നെ? ഗോപാലകൃഷ്ണൻ ഗോഖലെ തന്നെ. ഗോപാലകൃഷ്ണൻ ഗോഖലെ ആരംഭിച്ച പത്രങ്ങൾ 1 ദിനേശൻ, ജ്ഞാനപ്രകാശ്, ഹിതവാദ എന്നിവ. ദിനേശൻ, ജ്ഞാനപ്രകാശ്, ഹിതവാദ. PS സ്ഥിരം ചോദിക്കുന്നതാണ്, മറക്കരുത്. ദിനേശൻ, ജ്ഞാനപ്രകാശ്, ഹിതവാദ എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് ആരാണ്? ഗോപാലകൃഷ്ണൻ ഗോഖലെ. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ? ഗോപാലകൃഷ്ണ ഗോഖലെ ആരംഭിച്ച സംഘടന സെർവൻസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി. 1905 ബോംബെ. ലക്ഷ്യം ഭാരതത്തിലെ വിദ്യാഭ്യാസ രീതിയുടെ പരിഷ്കരണം. വിശേഷണങ്ങൾ: മഹാരാഷ്ട്രയിലെ സോക്രട്ടീസ് എന്നറിയപ്പെടുന്നു, മഹാരാഷ്ട്രയിലെ രത്നം എന്നറിയപ്പെടുന്നു, അധ്വാനിക്കുന്നവരുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നു.
കഴ്സൺ പ്രഭു ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് അസാധാരണ മനുഷ്യനെന്നാണ്. സ്വദേശി പ്രസ്ഥാനത്തെ പിന്തുണച്ചപ്പോൾ ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത് വേഷപ്രച്ഛന്നനായ രാജ്യദ്രോഹി. അതായത് മിതവാദി നേതാവ് ആയിരുന്നിട്ട് കൂടി, ബ്രിട്ടീഷ് അനുഭാവി ആയിരുന്നിട്ട് കൂടി ബ്രിട്ടീഷുകാരെ എതിർക്കുന്നു എന്ന അർത്ഥത്തിലാണ് വിളിക്കുക കേട്ടോ. രാഷ്ട്രീയ ശിഷ്യർ മഹാത്മാഗാന്ധി, സരോജിനി നായിഡു, മുഹമ്മദ് അലി ജിന്ന എന്നിവർ. പത്രങ്ങൾ ദിനേശൻ, ജ്ഞാനപ്രകാശ്, ഹിതവാദ എന്നിവ. സെറ്റാണേ. അപ്പൊ ഇന്ന് നമ്മൾ പ്രധാനമായും പഠിച്ചത് ആരെയൊക്കെ കുറിച്ചാണ്? മദൻ മോഹൻ മാളവ്യയെ പഠിച്ചു, പ്രാർത്ഥനാ സമാജം പഠിച്ചു, അതിലെ പ്രധാന പ്രവർത്തന മഹാഗോവിന്ദ് റാനയെ കുറിച്ച് പഠിച്ചു, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ശിഷ്യനായ ഗോപാലകൃഷ്ണ ഗോഖലെയെ കുറിച്ച് പൂർണ്ണമായിട്ട് വളരെ പെട്ടെന്ന് നമുക്കൊന്ന് റിവിഷൻ ചെയ്യാം. മദൻ മോഹൻ മാളവ്യ, ജനനം ഉത്തർപ്രദേശിലെ അലഹാബാദ്. ഇന്ത്യൻ സ്കൗട്ട് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ മദൻ മോഹൻ മാളവ്യയാണ്. വിശേഷണം യാചകരിലെ രാജകുമാരൻ, കൂടാതെ മഹാമാന. മദൻ മോഹൻ മാളവ്യ ആരംഭിച്ച പത്രത്തിന്റെ പേര് ദി ലീഡർ, 1909. മറ്റ് പ്രസിദ്ധീകരണങ്ങൾ അഭ്യുദയ്, മര്യാദ എന്നിവ. 1880 ഹിന്ദു സമാജം സ്ഥാപിച്ചു. 1887 കേന്ദ്ര ഹിന്ദു സമാജം സ്ഥാപിച്ചു. 1907 കൽക്കട്ടയിൽ ഹിന്ദു സഭ രൂപീകരിച്ചു. 1915 ഹരിദ്വാറിൽ ഹിന്ദു മഹാസമ്മേളനം വിളിച്ചുകൂട്ടി. 1916 ഹിന്ദു മഹാസഭ എന്ന സംഘടന സ്ഥാപിച്ചു. 1916 ബനാറസ് ഹിന്ദു സർവകലാശാല സ്ഥാപിച്ചു, ഹിന്ദു മഹാസഭയുടെ നേതൃത്വത്തിൽ. മദൻ മോഹൻ മാളവ്യ ആരംഭിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ് ഇൻഡിപെൻഡന്റ് പാർട്ടി. 1926 ലാല ലജ്പത് റോയ് എന്ന തീവ്രവാദി നേതാവുമായി സഹകരിച്ചുകൊണ്ട്. 1909, 1918, 1932 എന്നീ വർഷങ്ങളിൽ INC പ്രസിഡന്റ് ആയിരുന്നു. 1932 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ നിരോധിത സംഘടനയായി പ്രഖ്യാപിച്ച സമയത്ത് പ്രസിഡന്റ് സ്ഥാനം വഹിച്ചത് മദൻ മോഹൻ മാളവ്യയായിരുന്നു. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേശകനായി പങ്കെടുത്തു. 1932 അംബേദ്കറുമായുള്ള പൂനെ ഉടമ്പടിയിൽ ഗാന്ധിജിക്ക് വേണ്ടി ഒപ്പുരേഖപ്പെടുത്തിയത് മദൻ മോഹൻ മാളവ്യയാണ്. നമുക്കറിയാം പൂനെ ഉടമ്പടി എന്തിനു വേണ്ടിയുള്ളതാ? 1932 ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയ കമ്മ്യൂണൽ അവാർഡ് നടപ്പിലാക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്. അത് ആൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്, മറക്കരുത്. 2014 മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന ബഹുമതി ലഭിച്ചു. പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് 1867. ആസ്ഥാനം മഹാരാഷ്ട്രയിലെ ബോംബെ. സ്ഥാപകൻ ആത്മാറാം പാണ്ഡുരംഗ, കൂടാതെ കേശവചന്ദ്രസനും മഹാഗോവിന്ദ് റാനഡെയും. പ്രാർത്ഥനാ സമാജത്തിന്റെ ലക്ഷ്യം ഹിന്ദുമതത്തിലെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെ പോരാടുക, കൂടാതെ ഏകദൈവ വിശ്വാസം പ്രചരിപ്പിക്കുക. പ്രാർത്ഥനാ സമാജത്തിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു? പുരോഹിത മേധാവിത്വത്തെയും ജാതി വ്യവസ്ഥയെയും പരസ്യമായി എതിർത്തു. സ്ത്രീ വിദ്യാഭ്യാസം, മിശ്രഭോജനം, മിശ്രവിവാഹം, വിധവ വിവാഹം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിച്ചു. ഓക്കെ അല്ലേ? മഹാഗോവിന്ദ് റാനഡെ. വിശേഷണങ്ങൾ പടിഞ്ഞാറൻ ഇന്ത്യയിലെ സോക്രട്ടീസ് എന്നറിയപ്പെടുന്നു, പടിഞ്ഞാറൻ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ രാഷ്ട്രീയ ഗുരുവാണ്. ഇദ്ദേഹം ആരംഭിച്ച സംഘടനയുടെ പേര് സാർവജനിക സഭ. സാർവജനിക സഭ ആരംഭിച്ചത് പൂനെയിലാണ്. ഏത് വർഷം? 1870 സാമൂഹിക പരിഷ്കരണത്തിന് വേണ്ടി. 1884 ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി ആരംഭിച്ചു. അതിനുവേണ്ട സാമ്പത്തിക സഹായം നൽകിയത് മാത്രമാണ് ആര്? GG അഗാർക്കർ. ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പൂനെയിൽ ഫെർഗൂസൺ കോളേജ് സ്ഥാപിച്ചത് മഹാഗോവിന്ദ് റാനഡെ. 1885 മഹാരാഷ്ട്രയില് ഗേൾസ് എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ചത് ആരാണ്? മഹാഗോവിന്ദ് റാനഡെ. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പെൺകുട്ടികളുടെ ഹൈസ്കൂളായ ഹുസൂർ പാഗ സ്ഥാപിച്ചത് ആരാണ്? മഹാഗോവിന്ദ് റാനഡെ. PSC ചോദിക്കുമ്പോൾ ഹുസൂർ പാഗ പെൺ പള്ളിക്കൂടം ആരംഭിച്ചത് ആരെന്നാണ് ചോദ്യം കേട്ടോ, മറക്കരുതല്ലേ. ബ്രിട്ടീഷുകാർ മഹാഗോവിന്ദ് റാനഡയ്ക്ക് നൽകിയ സ്ഥാനപ്പേരായിരുന്നു റാവു ബഹദൂർ. ബ്രിട്ടീഷുകാർ ഒരുപാട് പേർക്ക് റാവു ബഹദൂർ എന്ന സ്ഥാനപ്പേര് നൽകിയിട്ടുണ്ട്. മഹാഗോവിന്ദ് റാനഡെ കൂടാതെ മറ്റൊരു നവോത്ഥാന നായകനായ ആന്ധ്ര നവോത്ഥാനത്തിന്റെ പിതാവെന്ന് കണക്കാക്കുന്ന, അല്ലെങ്കിൽ തെലുങ്ക് നവോത്ഥാനത്തിന്റെ പിതാവെന്ന് കണക്കാക്കുന്ന വീരേശലിംഗം പന്തലുവിനും എന്ത് നൽകിയിട്ടുണ്ട്? റാവു ബഹദൂർ എന്ന സ്ഥാനപ്പേര് നൽകിയിട്ടുണ്ട്. ഭാര്യയുടെ പേര് രമാഭായ് റാനഡെ. പൂനെ ആസ്ഥാനമാക്കി സേവാസദൻ സ്ഥാപിച്ചത് രമാഭായ് റാനഡെയാണ്. പണ്ഡിത് രമാഭായ് ഇവരല്ല, പണ്ഡിത് രമാഭായ് വേറെയാണ് കേട്ടോ. അവർ ജനിച്ച കർണാടക സംസ്ഥാനത്ത്. ഗോപാലകൃഷ്ണ ഗോഖലെ. മഹാഗോവിന്ദ് റാനഡയുടെ രാഷ്ട്രീയ ശിഷ്യനാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. സംഘടന സെർവൻസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി. നമ്മുടെ മഹാഗോവിന്ദ് റാനഡെ ആരംഭിച്ച ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ മാതൃകയിൽ ഗോപാലകൃഷ്ണ ഗോഖലെ ആരംഭിച്ച സംഘടനയാണ് സെർവൻസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി. 1905 ബോംബെയിൽ ആരംഭിച്ചു. ഈ സെർവൻസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റിയുടെ മാതൃകയിൽ കേരളത്തിൽ മന്നത്ത് പത്മനാഭൻ ആരംഭിച്ച സാമൂഹിക പരിഷ്കരണ സംഘടനയാണ് നായർ സർവീസ് സൊസൈറ്റി. ഓക്കെ, അപ്പോൾ ഈ സെർവൻസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റിയുടെ ലക്ഷ്യം എന്താണ്? ഭാരതത്തിലെ വിദ്യാഭ്യാസ രീതിയുടെ പരിഷ്കരണം. അതായത് പരമ്പരാഗത വിദ്യാഭ്യാസത്തോടൊപ്പമോ അല്ലെങ്കിൽ അതിന് പകരമായിട്ടോ ആധുനിക വിദ്യാഭ്യാസം നേടണം, അഥവാ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടണമെന്ന കാഴ്ചപ്പാട്.
ഗോപാലകൃഷ്ണൻ ഗോഖലയെ മഹാരാഷ്ട്രയിലെ സോക്രട്ടീസ് എന്ന് വിളിക്കുന്നു. കൂടാതെ മഹാരാഷ്ട്രയിലെ രത്നം എന്ന് വിളിക്കുന്നു. അധ്വാനിക്കുന്നവരുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നതും ഗോപാലകൃഷ്ണൻ ഗോഖലെ തന്നെ. കഴ്സൺ പ്രഭുവിന്റെ കാലഘട്ടത്താണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുവാനായിട്ട് കഴ്സൺ പ്രഭു 1904 പാസാക്കിയ യൂണിവേഴ്സിറ്റി ആക്ടിന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം ഗോപാലകൃഷ്ണ ഗോഖലെ സെർവൻസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി ആരംഭിച്ച് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്നത്. അതുകൊണ്ട് കഴ്സൺ പ്രഭു ഇദ്ദേഹത്തെ എന്തെന്ന് വിളിച്ചു? അസാധാരണ മനുഷ്യൻ എന്ന് വിളിച്ചു. സ്വദേശി പ്രസ്ഥാനത്തെ പിന്തുണച്ചപ്പോൾ ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത് എന്തായിരുന്നു? വേഷപ്രച്ഛന്നനായ രാജ്യദ്രോഹി. മിതവാദി നേതാവായിരുന്നിട്ട് കൂടി, അതായത് ബ്രിട്ടീഷ് അനുഭാവി ആയിരുന്നിട്ട് കൂടി ബ്രിട്ടീഷുകാർക്കെതിരെ രംഗത്ത് വന്നു പ്രവർത്തിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട്. രാഷ്ട്രീയ ശിഷ്യർ മഹാത്മാഗാന്ധി, സരോജിനി നായിഡു, മുഹമ്മദ് അലി ജിന്ന എന്നിവർ. ഗോപാലകൃഷ്ണൻ ഗോഖലെയുടെ പ്രസിദ്ധമായ പത്രങ്ങൾ ദി നേഷൻ, ജ്ഞാനപ്രകാശ്, ഹിതവാദ. ദി നേഷൻ, ജ്ഞാനപ്രകാശ്, ഹിതവാദ. നമ്മൾ ഈ കഴ്സൺ പ്രഭു ആരംഭിച്ച തോമസ് റാലിയുടെ നിർദ്ദേശപ്രകാരമുള്ള കമ്മീഷൻ നമ്മൾ പഠിച്ചിരുന്നു. തോമസ് റാലി യൂണിവേഴ്സിറ്റി കമ്മീഷൻ 1902 നിയമിച്ചൊന്നും അതിന്റെ നിർദ്ദേശപ്രകാരം 1904 യൂണിവേഴ്സിറ്റി നിയമം പാസ്സാക്കി, യൂണിവേഴ്സിറ്റി ആക്ട് പാസ്സാക്കി എന്ന് പഠിച്ചിട്ടുണ്ട്. വൈസ്രോയ്മാർ പഠിച്ചപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് ഞാൻ സ്ലൈഡിൽ എഴുതാത്ത കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ ഇത്രയും കൃത്യമായി പഠിക്കുക. തുടർന്ന് നമുക്ക് ബാക്കി കുറേയധികം സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളെ കുറിച്ച് പഠിക്കുവാനുണ്ട്. അപ്പോൾ പ്രിയ വിദ്യാർത്ഥികളെ, ഇതുവരെ പഠിച്ച കാര്യങ്ങൾ കൃത്യമായി പഠിച്ചിട്ട് വരിക. ഓക്കെ അല്ലേ? നമുക്കിനി തുടർന്ന് മഹാരാഷ്ട്രയിൽ തന്നെ അധസ്ഥിതരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച സത്യശോധക സമാജത്തെക്കുറിച്ച് പഠിക്കണം. അതേ തുടർന്ന് സ്വാമി വിവേകാനന്ദനെ കുറിച്ചും അദ്ദേഹത്തിന്റെ ഗുരുവായ ശ്രീ രാമകൃഷ്ണ പരമഹംസരെ കുറിച്ചുമുള്ള കാഴ്ചപ്പാടുകൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിച്ചുറപ്പിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കൃത്യമായി പഠിച്ചിട്ട് വരിക.